സമയം This call is now being കവർന്നെടുക്കാൻ recorded. ഉദ്ദേശിക്കുന്നില്ല. പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഏകദേശം 100-ന് മേലെ ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഇപ്പോൾ ഏകദേശം 80-ൻ്റെ അടുത്ത ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായും സൂക്ഷിക്കേണ്ട ഒരു വിഷയം, മൈക്ക് യാതൊരു കാരണവശാലും നിങ്ങൾ ഓൺ ചെയ്യരുത്. എല്ലാവരും കൂടി ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്താവും, ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ്. ഒരാൾ ചിലപ്പോൾ ഓണാക്കിയാൽ മറ്റുള്ളവരെ ഇടതുകൂടി ബാധിക്കും. ഗൂഗിൾ മീറ്റിന് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആൻസറുകൾ, ഇപ്പോൾ ക്വസ്റ്റ്യനൊക്കെ കാണിച്ചു തരുമ്പോൾ ആൻസർ ചാറ്റ് ബോക്സിൽ ചെയ്താൽ മതിയാവും ഇൻഷാ അല്ലാഹ്. മറ്റ് നോട്ട്സ് കാര്യങ്ങൾ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഗ്രൂപ്പിൽ അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ഇത് റെക്കോർഡ് ചെയ്യുന്നത് കൂടിയാണ്. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാവരുത്. ശബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കാര്യങ്ങൾ കൂടി നിങ്ങളെ ശ്രദ്ധയിൽ ഉണ്ടാവട്ടെ എന്ന് സ്നേഹത്തോടെ ഉണർത്തുകയാണ്. നമുക്ക് ക്ലാസ് എടുക്കുന്നത് ഷാഹിന ടീച്ചറാണ്. വർഷങ്ങളായി മേഖലയിൽ കോച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. ബ്രൈറ്റിൻ്റെ തന്നെ സ്വന്തം സഹചാരിയും അതുപോലെ വിവിധ അക്കാദമികളിൽ വർക്ക് ചെയ്യുന്ന ആൾ കൂടിയാണ്. എന്തായാലും ഷാഹിന ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ബ്രൈറ്റ് അക്കാഡമിയിലെ പഠിതാക്കളെ, ഇൻഷാ അല്ലാഹ് അറബിക് ലിറ്ററേച്ചറിലെ ആദ്യത്തെ ഭാഗമായിട്ടുള്ള ജാഹിലി ലിറ്ററേച്ചർ ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വൈകാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതിനിടയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ടൊരു ചോദ്യമാണ്, അൽ അറബു മിന ശുഊബി ഡാഷ്. അറബികൾ എന്നുള്ളത് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ അൽ മുഗൂലിയ, ഓപ്ഷൻ ബി അൽ സാമിയ, ഓപ്ഷൻ സി അൽ ബാത്തിനിയ, ഓപ്ഷൻ ഡി അൽ ഹാമിയ. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അറബികൾ എന്നുള്ളത് സെമറ്റിക് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അൽ ലുഗാത്തു സാമിയ. സെമറ്റിക് ഭാഷകൾ ഏതൊക്കെയാണ്? അൽ അറബിയ, അൽ കൻആനിയ, അൽ ആറാമിയ, അൽ ഹബ്ഷിയ, അൽ കിൽദാനിയ, അൽ ഫീനിഖിയ. ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സെമറ്റിക് ഭാഷകൾ. മറ്റൊരു ചോദ്യം, ഖാല ബഅ്ളുൽ മുസ്തശ്രിക്കീൻ ഇന്ന ലുഗത്തൽ അറബിയ മിൻ. ഓറിയന്റലിസ്റ്റുകൾ പറയുന്നുണ്ട് തീർച്ചയായും അറബി ഭാഷ ഏതിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ അൽ ആറാമിയ, ഓപ്ഷൻ ബി അൽ സാമിയ, ഓപ്ഷൻ സി അൽ യാഫിസിയ, ഓപ്ഷൻ ഡി അൽ ഹാമിയ. ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ പൗരസ്ത്യ നാട്ടിലുള്ള ആളുകളാണ് പാശ്ചാത്യ നാടിലുള്ള ആളുകളാണ്. അവർ പൗരസ്ത്യ നാടിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. മാത്രമല്ല ഇസ്ലാമിനെ കുറിച്ചും അറബി ഭാഷയെ കുറിച്ച് പഠിക്കുകയും അറബി ഭാഷയിൽ ഇസ്ലാമിനെ കുറിച്ചെല്ലാം ഗ്രന്ഥങ്ങൾ എഴുതുകയും ചെയ്ത ആളുകളാണ് മുസ്തശ്രിക്കീൻ എന്നറിയപ്പെടുന്നത്. അവർ പറയുന്നുണ്ട് തീർച്ചയായും അറബി ഭാഷ എന്നുള്ളത് ഏത് ഭാഷയിലാണ് ഉൾപ്പെടുന്നത്? നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ് ആൻസർ. അറബി ഭാഷ എന്നുള്ളത് സെമറ്റിക് ഭാഷയിലാണ് ഉൾപ്പെടുന്നത്. അൽ അറബു ഷഅബു മിന ശുഊബി സാമിയ. അറബികൾ എന്നുള്ളത് സെമറ്റിക് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഇന്ന ലുഗത്തൽ അറബിയ മിൻ ഇഹിദ ലുഗാത്തി സാമിയ ഹത്താ യുഖാൽ മുസ്തശ്രിക്കൂൻ. ഓറിയന്റലിസ്റ്റുകൾ പറയുകയുണ്ടായി അറബി ഭാഷ എന്നുള്ളത് സെമറ്റിക് ഭാഷകളിൽ ഒരു ഭാഷയാണ്. ഖുറൈഷ് അഫ്ലൽ ഉസ്ര ഫി ജസീറത്തുൽ അറബ്.
ജസീറത്തുൽ അറബിയിലെ ഏറ്റവും ശ്രേഷ്ഠത നിറഞ്ഞ കുടുംബം എന്നുള്ളത് ഖുറൈശ് ആണ്. അൽ ഉമമു സാമിയ മൊവാത്തിനു സക്കനിയും, സെമറ്റിക് ജനവിഭാഗവും അവർ താമസിക്കുന്ന പ്രദേശവുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അൽ ഫീനിഖിയൂൻ സമാഹിലു സൂരിയ, സിറിയൻ തീരപ്രദേശങ്ങളിലാണ് ഫീനിക്കുകാർ താമസിക്കുന്നത്. അൽ ബാബിലിയൂൻ വൽ ആശൂരിയൂൻ അൽ ഇറാഖ്. അൽ അബ്രാനിയൂൻ ഫലസ്തീൻ. അൽ അറബ് ഷിബു ജസീറത്തുൽ അറബ്. അൽ അഹ്ബാഷ് അൽ ഹബിഷ. للغة العربية عدة مواصفات لاحظ التصريحات الآتية ثم اكتشف منها ما لا يناسب للغة العربية. അറബി ഭാഷയ്ക്ക് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. താഴെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ശ്രദ്ധിക്കുക. എന്നിട്ട് അറബി ഭാഷയോട് യോജിക്കാത്ത കാര്യങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ എ അൽ ഇറാബ്, ഓപ്ഷൻ ബി ദിഖത്തുൽ മഖാരിജ്, ഓപ്ഷൻ സി ഖില്ലത്തുൽ മുത്തറാദിഫാത്ത്, ഓപ്ഷൻ ഡി ദിഖത്തുൽ തഅബീർ. ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അറബി ഭാഷയോട് യോജിക്കാത്ത കാര്യം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ അൽ ഇറാബ് ആണ്. അറബി ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇറാബ് ആണ്. ഓപ്ഷൻ ബി പറയുന്നത് ദിഖത്തുൽ മഖാരിജ്, അക്ഷരങ്ങളെല്ലാം ഉച്ചരിക്കുന്ന സമയത്തുള്ള സൂക്ഷ്മത. അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് ദിഖത്തുൽ മഖാരിജ് എന്നുള്ളത്. ഓപ്ഷൻ സി പറയുന്നത് ഖില്ലത്തുൽ മുത്തറാദിഫാത്ത്, പര്യായ പദങ്ങളുടെ കുറവ്. ഒരിക്കലും അറബി ഭാഷയ്ക്ക് പര്യായ പദങ്ങളുടെ കുറവില്ല. ഒരുപാട് പര്യായ പദങ്ങളുള്ള ഭാഷയാണ് അറബി ഭാഷ. ഓപ്ഷൻ ഡി പറയുന്നത് ദിഖത്തു തഅബീർ, ആവിഷ്കരിക്കുമ്പോഴുള്ള സൂക്ഷ്മത. അപ്പൊ ഇതിൽ അറബി ഭാഷയുമായി ബന്ധപ്പെടാത്ത യോജിക്കാത്ത കാര്യം എന്നുള്ളത് ഖില്ലത്തുൽ മുത്തറാദിഫാത്ത് ആണ്. മറ്റൊരു ചോദ്യം, തതമയ്യസു ലുഗൽ അറബിയ്യ മിൻ ഗൈരിഹ, മറ്റു ഭാഷകളിൽ നിന്ന് അറബി ഭാഷയെ സവിശേഷമാക്കുന്ന കാര്യം എന്താണ്? ഓപ്ഷൻ എ ബിൽ ഇറാബ്, ഓപ്ഷൻ ബി ബിൽ ഖത്ത്, ഓപ്ഷൻ സി ബിൻ നുതുക്, ഓപ്ഷൻ ഡി ബിൽ അൽഫാദ്. നമുക്ക് ആൻസർ നോക്കാം. അറബി ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇറാബ് എന്നുള്ളത്, മറ്റു ഭാഷകളിൽ നിന്ന് അറബി ഭാഷയെ വ്യത്യസ്തമാക്കുന്നത്. ഓപ്ഷൻ ബി പറയുന്നത് ഖത്താണ്, എഴുത്ത്. ഓപ്ഷൻ സി പറയുന്നത് അന്നുത്തുക്ക്, ഉച്ചാരണം. ഓപ്ഷൻ ഡി അൽഫാൽ, പദങ്ങള്. അപ്പൊ മറ്റു ഭാഷകളിൽ നിന്ന് അറബി ഭാഷയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇറാബ് എന്നുള്ളത്. ഖസായിസുൽ ലുഗൽ അറബിയ, അറബി ഭാഷയുടെ പ്രത്യേകതകൾ. അൽ ഇറാബ്, ദിഖത്തു തഅബീർ, ആവിഷ്കരിക്കുമ്പോഴുള്ള സൂക്ഷ്മത. ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള പദങ്ങൾ അറബി ഭാഷയിലുണ്ട്. ഇപ്പൊ പകൽ സമയം നോക്കുകയാണെങ്കിൽ പ്രഭാതം, അതിൽ ഏറ്റവും ആദ്യത്തെ സമയത്തിന് നമ്മൾ ഇറൂർ എന്നും, പിന്നീടുള്ള സമയത്തിന് യസൂർ എന്നും, പിന്നീട് ലുഹാ സമയം, അങ്ങനെ ഓരോ സമയങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള വാക്കുകളുണ്ട്. അത്രയും ആവിഷ്കാര സൂക്ഷ്മത നിറഞ്ഞ ഭാഷയാണ് അറബി ഭാഷ. അൽ മുത്തറാദിഫാത്ത് വൽ അൽദാദ്, ഒരുപാട് പര്യായ പദങ്ങളും വിപരീത പദങ്ങളും ഉണ്ട്. അൽ മആനിൽ കസീറ ലിൽ ലഫ്ലിൽ വാഹിദ്, ഒരേ പദത്തിന് തന്നെ ഒരുപാട് അർത്ഥങ്ങളും ആശയങ്ങളും വരുന്നുണ്ട്. അസ്സജുവ ഗൈറുഹു മിൻ അസ്ബാബി വസ്അത്തിൽ ലുഗ, ഭാഷയുടെ വിശാലമാക്കുന്ന ഒരു കാരണത്തിൽപ്പെട്ടതാണ് സജു എന്നുള്ളത്. ഒരുപാട് പര്യായ പദങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ സജു എന്നുള്ളത് അറബി ഭാഷയ്ക്ക് വിശാലത നൽകുന്നുണ്ട്. സജു എന്ന് പറയുമ്പോൾ പ്രാസം എന്നൊക്കെ പറയുന്നത്. ജാഹിയ കാലഘട്ടത്തിലൊക്കെ തസ്ജീഴ് വളരെ വ്യാപകമായി വന്നിരുന്നു. സജുൽ ഖുഹാൻ എന്ന് പറയുന്ന ഒരു തരം നസറിലൂടെ. ഹിക്കായത്തുൽ അസ്വാത്ത്, മറ്റു ഭാഷകൾക്ക് ഉള്ളതുപോലെ തന്നെ അറബി ഭാഷക്കുണ്ട് ഹിക്കായത്തുൽ അസ്വാത്ത്. നമ്മൾ ഓരോ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും അത് അതിന്റെ ഒറിജിനാലിറ്റിയോട് കൂടിയിട്ട് നമ്മുടെ കാതുകളിൽ ഫീൽ ചെയ്യാനുള്ള ഒരു കഴിവ് അറബി ഭാഷയ്ക്കുണ്ട്, ഓരോ പദങ്ങൾക്കുമുണ്ട്. പിന്നീട് വരുന്നതാണ് അൽ അംസാൽ, ഉപമകൾ. അപ്പോൾ ഇതെല്ലാം അറബി ഭാഷയുടെ പ്രത്യേകതയാണ്.
മറ്റു ഭാഷകളിൽ നിന്ന് അറബി ഭാഷയെ സവിശേഷമാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇറാബാണ്. ഇനി ഒരു ചോദ്യം, യർജിഉ അസ്ലുൽ അറബ് ഇല അസ്ലൈനി ഹുമാ. അറബികളുടെ അസ്ല് രണ്ട് അസ്ലിലേക്കാണ് മടങ്ങുന്നത്. അവ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ അൽ ഖഹ്ത്വാനിയൂൻ വൽ അദ്നാനിയൂൻ, ഓപ്ഷൻ ബി അൽ ഇറാഖിയൂൻ വശാമിയൂൻ, ഓപ്ഷൻ സി അൽ കൂഫിയൂൻ വൽ ബസ്രിയൂൻ, ഓപ്ഷൻ ഡി അൽ മക്കിയൂൻ വൽ മദനിയൂൻ. അറബികളുടെ അസ്ലായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏതൊക്കെയാണ്? നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അറബികളുടെ അസ്ലായിട്ട് പറയുന്നത് അൽ ഖഹ്താനിയൂൻ വൽ അദ്നാനിയൂൻ. ഖഹ്താനികളും അദ്നാനികളും ഇവരെയാണ് അറബികളുടെ അസ്ലായിട്ട് പറയപ്പെടുന്നത്. അഷഅബുൽ അറബി ഇസ്നാനി. അറബി വിഭാഗം എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. അൽ ഖഹ്താനിയൂൻ വൽ അദ്നാനിയൂൻ. ഖഹ്താനികളെ തന്നെയാണ് യമനികൾ എന്ന് പറയപ്പെടുന്നത്. അദ്നാനികളെയാണ് ഹിജാസികൾ എന്ന് പറയുന്നത്. ഖുറൈശ് കെലിമത്തുൻ തദുല്ലു അല. ഖുറൈശ് എന്നുള്ള പദം എന്തിന്മേലാണ് അറിയിക്കുന്നത്? ഓപ്ഷൻ എ മക്കാൻ, ഓപ്ഷൻ ബി ജബൽ, ഓപ്ഷൻ സി കബീല, ഓപ്ഷൻ ഡി നഹർ. ആൻസർ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കേട്ടറ്റ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓപ്ഷൻ സി ആണ്, ഖുറൈശ് എന്നുള്ളത് ഒരു കബീലയാണ് ഉദ്ദേശിക്കുന്നത്. അസബഇയ ഹും ഖൗം. സബഇയ എന്ന് പറയുന്ന വിഭാഗം ഏതിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ ബാഇദ, ഓപ്ഷൻ ബി മുസ്താരിബ, ഓപ്ഷൻ സി ആരിബ, ഓപ്ഷൻ ഡി കുല്ലുൻ ഖത്ത്. ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സബഇയ എന്ന് പറയുന്ന വിഭാഗം വരുന്നത് ആരിബയിലാണ്. ത്വബഖാത്തുൽ അറബ്. അറബികളെ അവരുടെ അസ്ലിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിച്ചതുപോലെ ത്വബഖാത്തുൽ അറബ് എന്ന് പറഞ്ഞ് മൂന്നെണ്ണമുണ്ട്. അൽ അറബു സലാസ് ത്വബഖാത്ത്. അറബികൾ മൂന്ന് വിഭാഗങ്ങളായിട്ട്, മൂന്ന് ത്വബഖകളായിട്ടാണ് അറിയപ്പെടുന്നത്. അൽ ബാഇദ, അൽ ആരിബ, അൽ മുസ്താരിബ. ആദ്യമായിക്കൊണ്ട് അൽ ബാഇദ. ഹും ഔലാദു സാമുബിന് നൂഹ്. ബാഇദക്കാർ എന്ന് പറയുന്നത് സാമുബിന് നൂഹിന്റെ സന്തതികൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ്. വമിൻ അഷ്ഹുരി ഖബാഇലിഹിം ആദ്, സമൂദ്, ജദീസ്, വബാർ, തുസ്മ്, ജാസിം. ഇവരൊക്കെയാണ് ബാഇദയിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള കുടുംബങ്ങൾ, കബീലകൾ. ഈ ബാഇദക്കാരുടെ ഭാഷ എന്ന് പറയുന്നത് വളരെ പരുക്കമായിട്ടുള്ള ഭാഷയാണ്. ഇവർ താമസിക്കുന്നത് യമാമ, ബഹ്റൈന്, ഒമാം ഈ മൂന്ന് സ്ഥലങ്ങളിലാണ്. ഒമാന്, ബഹ്റൈന്, യമാമ ഈ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ബാഇദക്കാർ താമസിക്കുന്നത്. മറ്റൊരു വിഭാഗമാണ് അൽ ആരിബ. തൻതമി ഇല യാറൂബിന് ഖഹ്താൻ, ഖഹ്താനിയൂൻ, യമനിയൂൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഖഹ്താനികളും അതുപോലെ തന്നെ അദ്നാനികളും. ഖഹ്താനികൾ എന്നുള്ളത് യമനുകാരാണ്, അദ്നാനികൾ എന്നുള്ളത് ഹിജാസുകാരാണ്. ഇവിടെ ആരിബ എന്ന് പറയുന്ന ഈ ഒരു തൊബക്ക ചെന്ന് ചേരുന്നത് അബുൽ ലുഗൽ അറബിയ എന്നൊക്കെ അറിയപ്പെടുന്ന യാറൂബിന് ഖഹ്താനിലേക്കാണ്. അതുകൊണ്ടാണ് ഖഹ്താനിയൂൻ എന്ന് വിളിക്കുന്നത്. ഇവർ യമനുകാരാണ്. ലുഗത്തുഹും അൽ ഹിമ്യരിയ. ഇവരുടെ ഭാഷ എന്ന് പറയുന്നത് ഹിമ്യരി ഭാഷയാണ്. മൂന്നാമത്തെ തൊബക്കയാണ് അൽ മുസ്താരിബ. ഔലാദു ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്തതികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് അൽ അറബുൽ മുസ്താരിബ. ഇവർ അദ്നാനികളാണ്, അറബ് ഷമാലാണ്. മറ്റൊരു കാര്യം നോക്കാനുള്ളത്, അറബുൽ ആരിബ രണ്ടാമത് പറഞ്ഞ തൊബക്ക എന്ന് പറയുന്നത് അറബുൽ ജനൂബാണ്, തെക്കൻ അറബികളാണ്. എന്നാൽ അറബുൽ മുസ്താരിബ അറബുൻ ഷമാൽ, വടക്കൻ അറബികളാണ്, അദ്നാനികളാണ്.
ഹിജാസികളാണ്. വമിൻ അഷ്ഹുരിഹിം, ഇവരിൽ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള കബീലകൾ എന്ന് പറയുന്നത് അൽ ഹിജാസിയൂൻ, അൽ നജ്ദിയൂൻ, അൽ അൻബാത്ത്. ഇത്തരം പേരുകളിൽ അൽ അറബുൽ മുസ്തഅറബ അറിയപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള കബീലകൾ ഇവരൊക്കെയാണ്. മൽ മുറാദ് ബി അയ്യാമുൽ അറബ്, അയ്യാമുൽ അറബ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഓപ്ഷൻ എ സഖാഫത്തിഹിം, ഓപ്ഷൻ ബി ഖബാഇലിഹിം, ഓപ്ഷൻ സി ഹുറൂബിഹിം, ഓപ്ഷൻ ഡി അസ്വാഖിഹിം. അയ്യാമുൽ അറബ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ പറയുന്നത് സഖാഫത്തിഹിം, അവരുടെ സംസ്കാരമാണ്. ഓപ്ഷൻ ബി ഖബായിലിഹിം, അവരുടെ ഗോത്രങ്ങളാണ്. ഓപ്ഷൻ ഡി പറയുന്നത് അസ്വാഖിം, അവരുടെ ചന്തകളാണ്. എന്നാൽ അയ്യാമുൽ അറബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാഹിലിയ കാലഘട്ടത്തിലെ യുദ്ധങ്ങളെയാണ്. അൽ ഹുറൂബ് ഫിൽ അസ്രിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ യുദ്ധങ്ങൾ. ഹർബുൽ ബസൂസ് ഔ ഹർബുൽ ബത്തുറാവ്, ഒരുപാട് യുദ്ധങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഹർബുൽ ബസൂസിന്റെ മറ്റൊരു പേരാണ് ഹർബുൽ ബത്ര എന്നുള്ളത്. ബസൂസ് എന്നും ബത്ര എന്നും എക്സാമിന് ചോദിക്കാറുണ്ട്. ഇസ്തമറത് ഹവാലൈ അർബഈന ആമൻ, ഏകദേശം 40 വർഷത്തോളം നീണ്ടു നിന്ന യുദ്ധമാണ് ഹർബുൽ ബസൂസ്. ഹദസത് ബൈന ബിക്ർ വ തഗ്ലബ്, ബിക്ർ തഗ്ലബ് ഗോത്രങ്ങൾക്കിടയിൽ നടന്ന യുദ്ധമാണ് ഹർബുൽ ബസൂസ്. ബത്തുൽ ഹർബുൽ ബത്ര മുഹൽ ഹിൽബിന് റബിയ, ഈ ഒരു യുദ്ധത്തിന്റെ ഹീറോ അല്ലെങ്കിൽ നായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് മുഹൽ ഹിൽബിന് റബിയയാണ്. ഹർബുൽ ബസൂസ് എന്ന് പറയുന്ന ഈ ഒരു പേര് ഒരു സ്ത്രീയുടെ പേരുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇസ്മു ഇമ്രഅത്തിൻ. ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു യുദ്ധം ഉണ്ടായതെന്ന് വെച്ചാൽ, ഒരു ദിവസം ബസൂസിന്റെ അടുത്തേക്ക് തന്റെ സഹോദരി പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് ബസൂസിന്റെ അടുത്ത് അയൽവാസിയായിട്ടുള്ള സഅദ് ഇബ്നു ഷംസ് എന്ന് പറയുന്ന ഒരു വ്യക്തി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ഒട്ടകവുമുണ്ട്. അങ്ങനെ ബസൂസ് കുലൈബിന്റെ മേച്ചിൽ പുറത്തേക്ക് തന്റെ അയൽവാസിയുടെ ഒട്ടകത്തെ അഴിച്ചുവിടുന്നു. പിന്നീട് കുലൈബ് തന്റെ മേച്ചിൽ പുറത്ത് ഒട്ടകം വന്നതുകൊണ്ട് ആ ഒരു ഒട്ടകത്തെ നന്നായി അടിക്കുന്നുണ്ട്, മുറിവേൽപ്പിക്കുന്നുണ്ട്. പിന്നീട് ചോര നിറഞ്ഞ അകിടുമായിട്ട് തന്റെ ഉടമയുടെ അടുത്തേക്ക് ആ ഒരു ഒട്ടകം തിരിച്ചു പോകുന്നു. അങ്ങനെ സഅദ് ഇബ്നു ഷംസ് എന്ന് പറയുന്ന വ്യക്തി ബസൂസിന്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ബസൂസ് നിലവിളിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ബസൂസിന്റെ സഹോദരി അവിടെ വന്നിട്ടുണ്ട്. ആ ഒരു സഹോദരിയുടെ മകനുണ്ട്, ജസാസ് ബിൻ മുറ എന്ന് പറയുന്ന ഒരു വ്യക്തി. ആ ജസാസ് ബിൻ മുറക്ക് വളരെയധികം ദേഷ്യം വരികയും അങ്ങനെ കുലൈബ് ബിൻ റബിയയെ കൊല്ലുകയും ചെയ്യുന്നു. ഇതുമൂലമാണ് ഈ ഒരു യുദ്ധം തുടങ്ങുന്നത്. കുലൈബ് ബിൻ റബിയ എന്ന് പറയുന്നത് മുഹൽ ഹിൽബിൻ റബിയയുടെ സഹോദരനാണ്. അങ്ങനെ മുഹൽ ഹിൽബിൻ റബിയയും ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. അതിന്റെ ബത്തുലായിട്ട് അറിയപ്പെടുകയും ചെയ്യുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട യുദ്ധമാണ് ഹർബു ദാഹിസ് വൽ ഖബ്ര, ഹർബു സിബാക്ക്. ദാഹിസ് വൽ ഖബ്ര എന്നും ഹർബു സിബാക്ക് എന്നും അറിയപ്പെടുന്നു. രണ്ട് പേരും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇസ്തമറത്ത് ഹവാലൈ അർബഈന ആമൻ, ഈ ഒരു യുദ്ധവും ഏകദേശം 40 വർഷത്തോളം നീണ്ടു നിൽക്കുന്നുണ്ട്. ഹദസത് ബൈന അബ്സ് വ ദുബിയാൻ, അബ്സ് ദുബിയാൻ ഗോത്രങ്ങൾക്കിടയിലാണ് ഹർബു ദാഹിസ് വൽ ഖബ്ര നടക്കുന്നത്. ബത്തുൽ ഹർബു സിബാക്ക് അൻതർത്ത് ബിൻ ഷദ്ദാദ് അൽ അബ്സി, ഈ ഒരു യുദ്ധത്തിലെ ബത്തുൽ എന്നറിയപ്പെടുന്നത് അൻതർത്ത് ബിൻ ഷദ്ദാദ് അൽ അബ്സിയാണ്. ഇസ്മു ഹിസ്വാൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബസൂസ് എന്നുള്ളത് ഒരു സ്ത്രീയുടെ പേരാണ്. എങ്കിൽ ഇവിടെ ദാഹിസ് എന്നുള്ളതും ഖബ്ര എന്നുള്ളതും കുതിരകളുടെ പേരാണ്. ദാഹിസ് എന്നുള്ളത് അബ്സ് ഗോത്രത്തിന്റെ കുതിരയാണ്. ഖബ്ര എന്നുള്ളത് ദുബിയാൻ ഗോത്രത്തിന്റെ കുതിരയാണ്. ഇവിടെ യുദ്ധം നടക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഒരിക്കൽ ദുബിയാൻ ഗോത്രത്തിലെ ഹുദൈഫ ബിൻ ബദറും അബ്സ് ഗോത്രത്തിലെ ഖൈസ് ബിൻ സുഹൈറും കൂടി തീരുമാനിച്ചു അവരുടെ കുതിരയെ ഓട്ട മത്സരത്തിന് വെക്കാമെന്ന്. അതിന്റെ പ്രതിഫലമായിട്ട് അവർ 100 ഒട്ടകങ്ങളും പ്രഖ്യാപിച്ചു. പിന്നീട് മത്സരം നടക്കുന്നതിനിടയിൽ ലുബിയാൻ ഗോത്രത്തിലെ ഹുദൈഫ ബിൻ ബദർ കുറച്ച് ആളുകളെ നിശ്ചയിച്ചു അബ്സ് ഗോത്രത്തിലെ ഖൈസ് ബിൻ സുഹൈറിന്റെ കുതിരയെ തുരത്താൻ വേണ്ടി. അങ്ങനെ ലുബിയാൻ ഗോത്രത്തിലെ ഹുദൈഫ ബിൻ ബദറിന്റെ ഖബ്ര എന്ന് പറയുന്ന കുതിര വിജയിച്ചു. ഇതിന്റെ ബാക്കിയായിട്ട് ഖൈസ് ബിൻ സുഹൈറിന് ദേഷ്യം വരികയും അങ്ങനെ ഹുദൈഫ ബിൻ ബദറിനെ കൊല്ലുകയും ചെയ്യുന്നു. പിന്നീട് വർഷങ്ങളോളം ഈ യുദ്ധം നീണ്ടു നിൽക്കുന്നുണ്ട്.
അങ്ങനെ ഹർമു ബിൻ സിനാനും ഹാരിസ് ബിൻ ഔഫും കൂടി ഈ ഒരു യുദ്ധത്തിന് സുൽഹ് ഉണ്ടാക്കുന്നുണ്ട്, രഞ്ജിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. രണ്ട് ഗോത്രത്തിലെയും, അബ്സ് ഗോത്രത്തിലെയും ലുബിയാൻ ഗോത്രത്തിലെയും മരണപ്പെട്ട ആളുകൾക്ക്, കൊല്ലപ്പെട്ട ആളുകൾക്ക് പ്രായശ്ചിത്തം നൽകിക്കൊണ്ടാണ് ഈ ഒരു യുദ്ധം അവസാനിക്കുന്നത്. സുഹൈർ ബിൻ അബീ സലമ തന്റെ മുഅല്ലഖയിൽ വളരെ വിശദീകരിച്ചുകൊണ്ട് മദ്ഹ് ചെയ്യുന്നുണ്ട് ഹർമു ബിൻ സിനാനെയും ഹാരിസ് ബിൻ ഔഫിനെയും. സുഹൈർ ബിൻ അബീ സലമയുടെ മുഅല്ലഖയിലെ ബത്തുലായിട്ടും ഈ ഒരു യുദ്ധത്തിന്റെ ബത്തുലായിട്ടും അറിയപ്പെടുന്നത് അൻതർത്ത് ബിൻ ഷദ്ദാദ് അബ്സിയാണ്. മറ്റൊരു യുദ്ധമാണ് ഹർബുൽ ഫിജാർ എന്നുള്ളത്. ഹദസത്ത് ബൈന കിനാന വ ഖൈസ് വ ഖുറൈഷ്, ഈ ഗോത്രങ്ങൾക്കിടയിൽ നടന്ന യുദ്ധമാണ് ഹർബുൽ ഫിജാർ എന്നുള്ളത്. അൽ ഹർബുൽ വഹീദുല്ലദീ ഷാറക ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അസ്രിൽ ജാഹിലി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഹിലിയ കാലഘട്ടത്തിൽ പങ്കെടുത്ത ഒരേ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഹർബുൽ ഫിജാർ ആണ്. ആ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 15 വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായിരുന്നത്. ഈ ഹർബുൽ ഫിജാർ എന്നുള്ളത് ഒറ്റൊരു യുദ്ധമായിട്ട് നടന്നതല്ല, 4 വട്ടമായിട്ട് 4 സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്ന യുദ്ധമാണ്. ആദ്യത്തെ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഉക്കാല ചന്തയിൽ ഉണ്ടായ ഒരു വിഷയമാണ്. അവിടെ ബദർ ബിൻ മഅ്ശറും അഹീമർ ബിൻ മാസിൻ എന്ന് പറയുന്ന 2 വ്യക്തികൾക്ക് ഉണ്ടായ യുദ്ധമാണ്. ബദർ ബിൻ മഅ്ശർ എന്ന് പറയുന്ന വ്യക്തി ഉക്കാല ചന്തയിൽ വളരെ അഹങ്കാരത്തോടു കൂടി പറയുന്നുണ്ട്, അറബികളിൽ ഏറ്റവും പ്രതാപം നിറഞ്ഞത് ബദർ ബിൻ മഅ്ശർ ആണ്, ആരെങ്കിലും അദ്ദേഹത്തോട് വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ അവരെ കൊന്നുകളയുമെന്ന്. ഇത് കേട്ട അഹീമർ ബിൻ മാസിന് ദേഷ്യപ്പെടുകയും പിന്നീട് അവിടെ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. ഇത് വലിയൊരു യുദ്ധത്തിലേക്കൊന്നും നയിച്ചിട്ടില്ല, എങ്കിലും ചെറിയൊരു വഴക്ക് കൂടൽ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉക്കാല ചന്തയിലെ ഹുവാസിനിയ വിഭാഗത്തിലുള്ള ആ ഒരു കബീലയിലുള്ള ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു വാക്കുതർക്കമാണ്. ഖുറൈശികളിലെ കുറച്ച് യുവാക്കൾ വന്ന ആ ഒരു സ്ത്രീയോട് അവരുടെ മുഖം കാണിച്ചു കൊടുക്കാൻ പറയുന്നു. പിന്നീട് ആ സ്ത്രീ വിസമ്മതിക്കുന്നു, അതുമൂലം അവര് മോശമായിട്ട് പെരുമാറുന്നു. പിന്നീട് അതൊരു യുദ്ധത്തിലേക്ക് നയിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കടത്തെ ചൊല്ലിയുള്ള 2 ഗോത്രങ്ങൾക്കിടയിലുള്ള യുദ്ധമാണ്. നാലാമത്തേതിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്തിട്ടുള്ളത്. അതായത് നുഅ്മാൻ ബിൻ മുൻദിർ എല്ലാ വർഷവും ഉക്കാല ചന്തയിലേക്ക് പട്ട്, അതുപോലെ തന്നെ കസ്തൂരി, സുഗന്ധദ്രവ്യങ്ങൾ ഉൾപ്പെടുന്ന ഒട്ടകങ്ങളുടെ നിറച്ചിട്ടുള്ള യാത്രാ സംഘങ്ങളുമായിട്ട് കച്ചവടത്തിന് പോകുമായിരുന്നു. ഒരിക്കൽ ആ ഒരു സമയത്ത് നുഅ്മാൻ ബിൻ മുൻദിറിന് പോകാൻ കഴിയാതിരിക്കുകയും അറബികളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ നുഅ്മാൻ ബിൻ മുൻദിർ ആ ഒരു യാത്രാ സംഘത്തെ ഏൽപ്പിക്കാൻ വേണ്ടി ആളുകളെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ട് അദ്ദേഹം ചെയ്യാമെന്ന് പറയുന്നു. അപ്പോ നുഅ്മാൻ ബിൻ മുൻദിർ ചോദിക്കുന്നുണ്ട്, തിഹാമക്കാരിൽ നിന്നും നജിദുകാരിൽ നിന്നുള്ള സംരക്ഷണം എനിക്ക് നൽകണമെന്ന്. അപ്പോൾ മറ്റൊരാൾ എഴുന്നേറ്റ് നിൽക്കുന്നു. അയാള് പറയുന്നു, ഞാൻ അവരിൽ നിന്നൊക്കെ സംരക്ഷണം നൽകാമെന്ന്. ഇത് ആദ്യം പറഞ്ഞ ആൾക്ക് ദേഷ്യപ്പെടുകയും പിന്നീട് ഇദ്ദേഹം യാത്രാ സംഘവുമായി തുടർന്ന ആ ഒരു സംഘത്തിന് ബാക്കിൽ ഇദ്ദേഹം തുടരുകയും പിന്നീട് കൊല്ലുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഹർബുൽ ഫിജാർ 4 തവണകളായിട്ടാണ് നടക്കുന്നത്. അവസാനത്തെ ആ ഒരു കാര്യമാണ്, ആ ഒരു സംഭവമാണ്, നുഅ്മാൻ ബിൻ മുൻദിറുമായി ബന്ധപ്പെട്ട ആ ഒരു സംഭവമാണ് കുറച്ച് നീണ്ടു നിൽക്കുന്ന യുദ്ധം. അതിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്തെന്ന് പറയുന്നത്. ഇനി മറ്റൊരു യുദ്ധമാണ് അൽ ഹുറൂബ് ഫിൽ അസ്രിൽ ജാഹിലിൽ വരുന്നത് ഹർബു ദീക്കാർ എന്നുള്ളത്. ഹദസത്ത് ബൈൻ അറബ് ഫുർസ്, പേർഷ്യക്കാർക്കും അറബികൾക്കും ഇടയിൽ നടന്ന ഒരു യുദ്ധമാണ് ഹർബു ദീക്കാർ എന്ന് പറയുന്നത്. ഇവിടെ നുഅ്മാൻ ബിൻ മുൻദിർ അദീ ബിൻ സെയ്ദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊല്ലുന്നു. അതുമൂലം ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴിവെക്കുന്നു. ഹർബു ദീക്കാർ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു യുദ്ധത്തെ പറ്റി പറയുന്നുണ്ട്. ഹാദാ അവ്വലു യൗമിൻ ഇൻതസബത് ഫീഹിൽ അറബു മിനൽ അജം വബി നസറു. ആദ്യമായിക്കൊണ്ട്, ഇന്നേ ദിവസം ആദ്യമായിക്കൊണ്ടാണ് അനറബികളിൽ നിന്ന് അറബികൾ വിജയിക്കുന്നത്. അത് എന്നിലൂടെയാണ് അവർ വിജയിച്ചിട്ടുള്ളത്. അപ്പോ ഈ ഹർബു ദീക്കാർ എന്നുള്ളത് അറബികൾ വിജയിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. ലാസ്റ്റ് പറഞ്ഞ ഒരു പോയിന്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഹാദാ അവ്വലു യൗമിൻ ഇൻതസബത് ഫീഹിൽ അറബു മിനൽ അജം വബി നസറു എന്നുള്ളത് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്? ഹർബു ദീക്കാറുമാണ്. മറ്റൊരു ചോദ്യം, ലൈസ മിൻ അയ്യാമുൽ അറബ്, അയ്യാമുൽ അറബിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ഹർബുൽ ബസൂസ്, ഓപ്ഷൻ ബി ഹർബുൽ യമാബ, ഓപ്ഷൻ സി ഹർബു ദാഹിസ് വൽ വബ്ര, ഓപ്ഷൻ ഡി ഹർബുൽ ഫിജാർ. അയ്യാമുൽ അറബ് എന്താണെന്ന് പറഞ്ഞു, ജാഹിലിയ കാലഘട്ടത്തിൽ നടന്ന യുദ്ധമാണ്.
അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, ഹർബുൽ യമാമയാണ് ജാഹിലിയ കാലഘട്ടത്തിലെ യുദ്ധമല്ലാത്തത്. ഹർബുൽ യമാമ ഹിജ്റ 11 നടക്കുന്നത്. ലൈസത്തു മിൻ അസ്വാഖിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ അങ്ങാടികളിൽ, ചന്തകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ഉക്കാല്, ഓപ്ഷൻ ബി അൽ മജന്ന, ഓപ്ഷൻ സി അത്വാഇഫ്, ഓപ്ഷൻ ഡി ദുൽ മജാസ്. നമുക്ക് ആൻസർ നോക്കാം. അത്വായിഫ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ജാഹിലിയ കാലഘട്ടത്തിലെ ചന്തകളിൽ ഉൾപ്പെടാത്തത് ത്വായിഫാണ്. അൽ അസ്വാഖുൽ ജാഹിലിയ അൽ മഷ്ഹൂറ, പ്രശസ്തമായിട്ടുള്ള ജാഹിലിയ കാലഘട്ടത്തിലെ സൂക്കുകൾ. ഏറ്റവും പ്രധാനപ്പെട്ട സൂക്കാണ് സൂക്ക് ഉക്കാല്. തക്കഴു ബൈന ത്വായിഫ് വൻ നഹ്ല, ത്വായിഫിന്റെയും നഹ്ലയുടെയും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മിൻ അഷ്ഹുരി അസ്വാഖിൽ അറബ് ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളിലെ സൂക്കുകളിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സൂക്ക് എന്ന് പറയുന്നത് ഉക്കാല ചന്തയാണ്. തുക്കാമു മിൻ അവലി ദുൽഖഅദ ഇലൽ ഇശ്രീൻ, ദുൽഖഅദ മാസം 1 മുതലാണ് സൂക്ക് ഉക്കാല് തുടങ്ങുന്നത്. ദുൽഖഅദ 20 വരെയാണ് ഈ ഒരു ചന്ത നിലനിൽക്കുന്നത്. മലിക്കത്തുൽ അസ്വാഖ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചന്തയാണ് സൂക്ക് ഉക്കാല്. മറ്റൊരു സൂക്കാണ് സൂക്കു മജന്ന എന്ന് പറയുന്നത്. തക്കഴുഫി ബിലാദി കബീലത്തു കിനാന, കിനാന ഗോത്രക്കാരുടെ നാട്ടിലാണ്, കിനാന ഗോത്രക്കാരുടെ ഒരു സൂക്കാണ് സൂക്കു മജന്ന എന്നുള്ളത്. തുകാമുലി മുദ്ദത്തി അഷറത്ത് അയ്യാമിമിൻ ആഹിരി ദിൽഖഅദ, ദുൽഖഅദ മാസത്തിലെ അവസാനത്തെ 10 ദിവസമാണ് സൂക്കു മജന്ന ഉണ്ടാകുന്നത്. ആദ്യത്തെ 1 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ സൂക്ക് ഉക്കാലാണ്. പിന്നീടുള്ള 20 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ സൂക്ക് മജന്നയാണ് ഉണ്ടാകാറ്. മറ്റൊരു ചന്തയാണ് ദുൽ മജാസ്. കാനത്തക്കഴു യമനിയിൻ കാനത്തക്കഴു ബി മിന ഹൽഫ അറഫാത്ത്, അറഫക്ക് പിറകിലുള്ള മിനയിലാണ് ദുൽ മജാസ് സ്ഥിതി ചെയ്യുന്നത്. അഹമ്യത്തു സൂക്കു ദുൽ മജാസ് ഫിൽ മർത്തബത്തി സാനിയ ബഅദ സൂക്ക് ഉക്കാല്, ഉക്കാല ചന്തക്ക് ശേഷം 2ാം സ്ഥാനത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചന്തയാണ് ദുൽ മജാസ്. ഇത് ഹുദൈലി ഗോത്രക്കാരുടേതാണ്. ഒരുപാട് ചന്തകള് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നമ്മുടെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള സൂക്കുകളാണ് സൂക്ക് ഉക്കാല്, സൂക്ക് മജന്ന, സൂക്കു ദുൽ മജാസ്, അതുപോലെ തന്നെ സൂക്ക് ധൂമത്തുൽ ജുന്തല്, സൂക്കുൽ മിർബദ് ഒക്കെ. മിർബദ് എന്നുള്ള സൂക്കിന്റെ മറ്റൊരു പേരാണ് മിർബദുൽ ബസറ, സൂക്കുൽ മിർബദ് എന്നുള്ളതൊക്കെ. ബസറയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു സൂക്കു മിർബദിലാണ് ജരീർ ഫറസ്ദക്കിന്റെ ഒക്കെ ഷീറു നക്കായില് അവര് പാടിയിട്ട് മത്സരിക്കുകയും പോരാടുകയൊക്കെ ചെയ്തിരുന്നത്. മിർബദ് എന്ന പേര് വരാൻ കാരണം ജാഹിലിയ കാലഘട്ടം മുതൽ തന്നെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടം വരെയൊക്കെ ഒട്ടകങ്ങളുടെ ഒരു ചന്തയായിരുന്നു, ഒട്ടകങ്ങളെ കെട്ടിയിട്ടിരുന്നൊക്കെ ഒരു ചന്തയാണ്. അതുകൊണ്ടാണ് മിർബദ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു ചോദ്യം, കലാമുൻ മൗസൂനുൻ മുഖഫ, കാഫിയയും വസ്നുമാക്കപ്പെട്ട കലാമിനെ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ അൽ മക്കാല, ഓപ്ഷൻ ബി അൽ ഖുത്തുബ, ഓപ്ഷൻ സി അൽ ഹിക്കായ, ഓപ്ഷൻ ഡി അശ്ശിർ. ഖുദ്ദാമത്ത് ബിൻ ജാഫർ നൽകിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കലാമുൻ മൗസൂൻ മുഖഫ എന്നുള്ളത്. എന്തിനെയാണ് ഇത് അറിയിക്കുന്നത്? നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഷിർ, കവിത എന്നുള്ളതിന്റെ നിർവചനമായിട്ട് ഖുദ്ദാമത്ത് ബിൻ ജാഫർ നൽകിയതാണ് കലാമുൻ മൗസൂനുൻ മുഖഫ, കാഫിയയും വസ്നുമുള്ള കലാമാണ് ഷിർ എന്നുള്ളത്.
കാന ഷാഇറു ഫിൽ അസ്റിൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിൽ കവി എന്ന് പറയുന്നത് ആരായിരുന്നു? ഓപ്ഷൻ എ ലൊയ്ഫൻ മുഹ്തരിമൻ, ഓപ്ഷൻ ബി നബിയിൻ ഖൗമുഹു, ഓപ്ഷൻ സി റസൂലൻ കരീമൻ, ഓപ്ഷൻ ഡി ലിസാനു ഖൗമുഹു. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ജാഹിലിയ കാലഘട്ടത്തിലെ കവി ആരായിരുന്നു എന്നാണ്. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് എന്താണ്? ലൊയ്ഫൻ മുഹ്തരിമൻ, ആദരിക്കപ്പെടുന്ന ഒരു അതിഥിയാണ് എന്ന്. ഓപ്ഷൻ ബി പറയുന്നത് നബിയും കൗമുഹു, അവരുടെ സമൂഹത്തിലെ പ്രവാചകനാണെന്ന്. ഓപ്ഷൻ സി പറയുന്നത് റസൂലൻ കരീമൻ, ഒരു മാന്യനായ ദൂതനാണെന്ന്. എന്നാൽ ജാഹിലിയ കാലഘട്ടത്തിലെ കവി എന്ന് പറയുന്നത് ലിസാനും കൗമുഹു, അവരുടെ തൂലികയായിരുന്നു. ആ ജനങ്ങളുടെ ആവശ്യം എന്താണ് അതെല്ലാം സംസാരിക്കുന്ന ഒരാളായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ കവി എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം, മിൻ റുവാത്തി ഷിറിൽ ജാഹിലി അല്ലദീന ഇത്തഖദു റിവായത്ത് ഷിറുൽ ജാഹിലി അമലൻ അസാസിയൻ ലഹു. ജാഹിലിയ കാലഘട്ടത്തിലുള്ള റിപ്പോർട്ടർമാരാണ്, അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ജോലി തന്നെ എന്താണ്? ജാഹിലിയ കാലഘട്ടത്തിലെ കവിത റിപ്പോർട്ട് ചെയ്യുക എന്നതാണ്. അത്തരം കാര്യവുമായി സ്വീകരിച്ചത് ആരൊക്കെയാണ്? തന്റെ അടിസ്ഥാന ജോലി എന്ന് പറയുന്നത് തന്നെ ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾ ആരൊക്കെയാണ്? ഓപ്ഷൻ എ അബു അംറുബ്നുൽ അലാ, ഓപ്ഷൻ ബി അൽ മുഫദ്ദിൽ ലുബി, ഓപ്ഷൻ സി ഹമ്മാദു റാവിയ, ഓപ്ഷൻ ഡി ജമീഉ മാ ദുക്കിറ. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മുകൾ പറഞ്ഞുള്ള എല്ലാവരുടെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള തൊഴിൽ എന്ന് പറയുന്നത് തന്നെ കവിത റിപ്പോർട്ട് ചെയ്യുക, രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അബു അംറുബ്നുൽ അലാ, അൽ മുഫദ്ദിൽ ലുബി, ഹമ്മാദു റാവിയ. മറ്റൊരു ചോദ്യം, മനിൽ ഖാഇൽ തസവ്വജു സ്നതൈനി ലിഫുർത്തി ജഹ്ലി ബിമാ ഇഷ്കാ ബിഹി സൗജു സ്നതൈനി. ആരാണ് ഈ ഒരു ബൈത്തിന്റെ ഉടമ? രണ്ട് വിവാഹം ചെയ്തതിന്റെ പേരിൽ, എന്റെ അറിവില്ലായ്മ അതിജയിച്ചതിന്റെ പേരിലാണ് രണ്ട് വിവാഹം ചെയ്തത്, അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് പ്രയാസപ്പെടുന്നു എന്ന് പറയുന്നു. ഈ ഒരു ബൈത്തിന്റെ ഉടമ ആരാണ്? ഓപ്ഷൻ എ ഇമ്രുൽ കൈസ്, ഓപ്ഷൻ ബി അറാബി, ഓപ്ഷൻ സി സുഹൈർ ബിൻ അബി സലമ, ഓപ്ഷൻ ഡി അഡോണിസ്. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അറാബി ആണ്. ഒരിക്കൽ ഒരാൾ വന്ന് അറാബിയോട് പറയുന്നുണ്ട്, രണ്ട് വിവാഹം ചെയ്താലേ ജീവിതം യഥാർത്ഥ രൂപത്തിൽ ആസ്വദിക്കാൻ കഴിയുള്ളൂ എന്ന്. അങ്ങനെ അത് കേട്ട് അറാബി രണ്ട് വിവാഹം ചെയ്യുന്നു. പിന്നീട് അതുമായി ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് അദ്ദേഹം രണ്ട് വിവാഹം ചെയ്തതിന്റെ പേരിൽ. അങ്ങനെ അദ്ദേഹം പാടുന്ന ഒരു ബൈത്താണ് തസവ്വജ്തു ഇസ്നതൈനി ലിഫുർത്തി ജഹിലി. എന്റെ അറിവില്ലായ്മ അതിജയിച്ചതിന്റെ പേരിൽ ഞാൻ രണ്ട് വിവാഹം ചെയ്തു. ബിമാ ഇഷ്കാ ബിഹി സൗജു സ്നതൈനി, രണ്ട് ഭാര്യമാരുള്ളതിന്റെ പേരിൽ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് അദ്ദേഹം. അടുത്ത ചോദ്യം, അഷിറു ദീവാനുൽ അറബ് മൽ മുറാദ് ബി ഹാദ തഅബീർ. കവിത എന്ന് പറയുന്നത് അറബികളുടെ ദീവാനാണ്, സമാഹാരമാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ അഷിറു മജ്മുഅത്തുൽ അസാത്തീർ, ഓപ്ഷൻ ബി ലികുല്ലി ഷായിരിൻ അറബിയിൻ ദീവാൻ, ഓപ്ഷൻ സി ഹയാത്തുൽ അറബ് തൻഅക്സു ഫീ ശിഅരിഹിം, ഓപ്ഷൻ ഡി യുറഫു ശിർ ബി ദീവാനിൽ അറബ്.
എന്തുകൊണ്ടാണ് കവിത എന്നുള്ളത് അറബികളുടെ സമാഹാരമാണെന്ന് പറയുന്നത്? അതിന്റെ ഉദ്ദേശം എന്താണ്? നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ പറയുന്നത് കവിത എന്നുള്ളത് അറബികളുടെ ദീവാനാണ്, സമാഹാരമാണ്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ഹയാത്തുൽ അറബ് തൻഅക്സു ഫീ ശുഅരിഹിം, അറബികളുടെ ജീവിതമാണ് അവരുടെ കവിതയിലൂടെ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ടാണ് കവിത എന്നുള്ളത് അറബികളുടെ ദീവാനാണെന്ന് പറയുന്നത്. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് അഷ്ഇറു മജ്മുഅത്തുൽ അസാത്തീർ, കെട്ടുകഥകളുടെ ഒരു കൂട്ടമാണ് കവിത, അതുകൊണ്ടാണ് പറയുന്നത്. ഓപ്ഷൻ ബി ലികുല്ലി ഷാഇറിൻ അറബിയിൻ ദീവാൻ, ഓരോ അറബി കവിക്കും ദീവാനുണ്ട്. ഓപ്ഷൻ ഡി പറയുന്നത് യുറഫു ഷിർ ബി ദീവാൻ അറബ്, അറബി കവിതകളെ ദീവാൻ അറബ് എന്ന് അറിയപ്പെടുന്നു. ശരിയായ ഉത്തരം ഹയാത്തുൽ അറബ് തൻഅക്സു ഫീ ശുഅരിഹിം, അറബികളുടെ മുഴുവൻ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം അവരുടെ കവിതയിലൂടെ പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ദീവാനുൽ അറബാണെന്ന് പറയുന്നത്. അശ്ശിഅർ, അവലുമൻ ഖാല അശ്ശിഅർ മുളർ ബിൻ നിസാർ, ആദ്യമായി കൊണ്ട് കവിത പാടിയ വ്യക്തി എന്ന് അറിയപ്പെടുന്നത് മുളർ ബിൻ നിസാർ ആണ്. അർറജ്സു അഖ്ദമുൽ ബുഹൂർ അശ്ശിഅരിയ ലുഹൂറൻ, ആദ്യമായി കൊണ്ടുവന്ന കവിതയുടെ ബഹർ എന്ന് പറയുന്നത് റജ്സ് ബഹറാണ്. അവലുമൻ നളമ അൽ ഖസീദത്തു മുഹൽഹിൽ ബിൻ റബീഅ, ആദ്യമായി കൊണ്ട് ദീർഘമായിട്ടുള്ള ഒരു കസീദ രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മുഹൽഹിൽ ബിൻ റബീഅ തഗ്ലബിയാണ്. ഇനി പറയുന്നത് അക്സാമു ഷിറുൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകളുടെ ഇനങ്ങൾ ഏതൊക്കെയാണ്? അഷിറുൽ ഗിനാഇ ഔ വിജ്ദാനി, ഷിറു ഖസസി അവൽ മൽഹമി, അഷിറു തംസീലി. അഷിറുൽ ഗിനാഇ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിജ്ദാനി എന്ന് പറയുന്നത് ഒരു കവി അദ്ദേഹത്തിന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും എന്തൊക്കെ ഇമോഷൻസ് ആണോ അദ്ദേഹം വിചാരിക്കുന്നത് കവിതയിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ, അതെല്ലാം വായിക്കുന്ന ആളുകൾക്കും അതേ ഫീലിങ്ങോട് കൂടി കേൾക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും കവിത രചിച്ചിട്ടുണ്ടായിരിക്കാം. കവി എന്താണോ ഉദ്ദേശിച്ചത്, സങ്കടമാണോ സന്തോഷമാണോ ദേഷ്യമാണോ എന്താണോ ഉദ്ദേശിച്ചത്, അതേ രൂപത്തിൽ ഒരു കുറവും വരുത്താതെ വായനക്കാരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന അത്തരത്തിലുള്ള കവിതകൾക്കാണ് അശ്ഇറുൽ ഗിനാഇ അല്ലെങ്കിൽ വിജ്ദാനി എന്ന് പറയുന്നത്. ജാഹിലിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിരുന്ന ഒരു കവിത എന്ന് പറയുന്നത് അശ്ഇറുൽ ഗിനാഇ അല്ലെങ്കിൽ വിജ്ദാനി എന്ന് പറയുന്നതാണ്. മറ്റൊരു കവിതയാണ് ഷിറുൻ ഖസസി ഔ അൽ മൽഹമി എന്ന് പറയുന്നത്. ഇതിഹാസ കാവ്യങ്ങളെല്ലാം, അതായത് കഥാരൂപത്തിൽ വിവരിക്കുന്നത്, അതിനൊരു തുടക്കം ഉണ്ടായിരിക്കും, അതിനൊരു കണ്ടന്റ് ഉണ്ടായിരിക്കും, അതിനൊരു അവസാനം ഉണ്ടായിരിക്കും. കഥ എങ്ങനെയാണോ നമ്മൾ വിവരിക്കുന്നത് അത് കവിതയിലൂടെ, കവിത എഴുതുന്നുണ്ട് പക്ഷെ കഥ എങ്ങനെ വിവരിച്ചിട്ടുള്ള ഒരു കവിതയാണ്, അതിനെയാണ് ഷിറുൻ ഖസസി അല്ലെങ്കിൽ മൽഹമി എന്ന് പറയുന്നത്. ഇനി ആ ഷിറു തംസീലി എന്നുള്ളത് മറ്റൊരു ഇനമാണ്. ഷിറു തംസീലി എന്ന് പറയുമ്പോൾ ഹിവാറ് രൂപത്തിലുള്ള കവിതകളാണ്. ഹിവാറു തംസീലി പോലത്തെ കവിതകൾ എഴുതുകയാണ്. ഗ്രീക്കിലും അതുപോലെ തന്നെ റോമിലൊക്കെയാണ് ഇത് ആദ്യമായിട്ട് ഈ ഒരു ഇനം കണ്ടുവന്നിരുന്നത്. ലാ യൂജദു ഫി ഷിറിൽ ജാഹിലി നമാദജ് ഷിറുൽ ഖസസി, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ജാഹിലിയ കാലഘട്ടത്തിൽ വളരെ റയറായി കണ്ടിരുന്ന, തീരെ കണ്ടുവരാത്ത ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഷിറുൻ ഖസസി അവിൽ മൽഹമിയാണ്. എന്നാൽ കാന അഗ്ലബു ഷിറുൽ അറബിൽ ഖദീം ഹുവ ഷിറൻ വിജ്ദാനിയൻ, ഏറ്റവും കൂടുതൽ ജാഹിലിയ കാലഘട്ടത്തിൽ കണ്ടുവന്നിരുന്നത് ഷിറു വിജ്ദാനി അല്ലെങ്കിൽ ഗിനാഇ ആണ്. എക്സാമിന് ചോദിക്കാറുണ്ട് ഈ രണ്ട് കാര്യങ്ങളും. അഷിറു ദീവാനുൽ അറബ്, ദീവാൻ എന്ന് പറയുന്നത് താനി കിതാബുൻ ഔ സജ്ലുൻ, ദീവാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഒരു പുസ്തകമോ അല്ലെങ്കിൽ ഒരു റെക്കോർഡോ ആണ്. വഹുന യാനി അന്ന ഷീറുൽ അറബി, ഇവിടെ ഉദ്ദേശിക്കുന്നത് അറബി കവിത എന്ന് പറയുന്നത് കാന യുസ്ജലു കുല്ലമായ തഅല്ലഖു ബി ഹയാത്തിൽ അറബ്,
മിൻ ആദാത്ത് വ തഖാലീദ് വ ഖിയം വ താരീഖ് വ ഹുറൂബ്. ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശീലങ്ങളും അവരുടെ മൂല്യങ്ങളും ചരിത്രം, യുദ്ധം തുടങ്ങി എന്തൊക്കെയാണോ അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് അതെല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു റെക്കോർഡ്. അതുകൊണ്ടാണ് കവിതയെ ദീവാൻ അറബ് എന്നറിയപ്പെടുന്നത്. ഒരു ജാഹിലിയ കാലഘട്ടത്തിൽ കവിത എടുത്ത് വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ജീവിതം എങ്ങനെയൊക്കെയായിരുന്നു, അവരുടെ സംസ്കാരം എന്തായിരുന്നു, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ കഴിയും. കാന ഇബ്നു അബ്ബാസ് യഖൂൽ, ഇബ്നു അബ്ബാസ് പറയുകയുണ്ടായി, ഇദാ ഖറഅതും ഷൈഅൻ മിൻ കിതാബില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന്, അതായത് ഖുർആനിൽ നിന്ന് എന്തെങ്കിലും വായിക്കുകയാണെങ്കിൽ, ഫലം തഅരിഫൂഹു, എന്നിട്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഫത്ലുബൂഹു ഫി അശ്ആരിൽ അറബ്, പിന്നീട് നിങ്ങൾ അത് നോക്കേണ്ടത്, ആ ഒരു ഇൻസിഡന്റ് നോക്കേണ്ടത് അറബികളുടെ കവിതയിലാണ്. കാരണം അറബികളുടെ കവിത എന്ന് പറയുന്നത് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കവിതകളായിരുന്നു. ഇന്ന ഷിഅറ ദീവാൻ അറബ്, അതുകൊണ്ട് തന്നെയാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞത് തീർച്ചയായും കവിത എന്ന് പറയുന്നത് അറബികളുടെ ദീവാനാണ്. ഇനി നസ്ർ. നസ്ർ എന്ന് പറയുമ്പോൾ പ്രോസ്, ഗദ്യം. അൽ ഉസ്ലൂബുല്ലദി യുസവ്വിറു ബിഹിൽ അദീബ് അഫ്കാറുഹു വ മആനീഹി, ഒരു സാഹിത്യകാരൻ അദ്ദേഹത്തിന്റെ ആശയങ്ങളും ചിന്തകളും എല്ലാം ചിത്രീകരിക്കുന്ന ഒരു ശൈലിയാണ് ഗദ്യം എന്നുള്ളത്. ഗൈറ മുഅ്തമിദിൻ അലാ വസ്നിൻ ഔ കാഫിയ, പക്ഷെ കവിത പോലെ ഒരു പ്രാസമോ അല്ലെങ്കിൽ ഒരു വസ്നോ ഒന്നും ഉണ്ടാവുകയില്ല. അതിനോടൊന്നും ആശ്രയിക്കാതെ ഫ്രീ ആയിട്ട് എഴുതുന്ന ഒരു രീതിയാണ് ഗദ്യം എന്നുള്ളത്. യമീലു ഇല തക്രീർ വൽ മുബാശറ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. നേരിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് ഗദ്യം എന്നുള്ളത്. പ്രത്യേകിച്ച് പ്രാസമോ അല്ലെങ്കിൽ വസ്നോ ബഹറോ അത്തരത്തിലുള്ള ഒരു കാര്യവും ഉൾപ്പെടാത്ത കാര്യമാണ് നസ്ർ എന്നുള്ളത്. അക്സാമുൻ നസ്ർ, ഓരോ കാലഘട്ടത്തിലെയും അക്സാമുൻ നസ്ർ വ്യത്യസ്തമാണ്. അതായത് നസ്റിന്റെ ഇനങ്ങൾ വ്യത്യസ്തമാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗദ്യത്തിന്റെ ഇനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും 6 ഒന്ന് അൽ ഖിത്താബ, രണ്ടാമത്തേത് അൽ അംസാൽ. ഖിത്താബ എന്ന് പറയുമ്പോൾ പ്രസംഗങ്ങൾ. ജാഹിലിയ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശസ്തി നിറഞ്ഞ ഒരു നൗഉൻ നസ്ർ എന്ന് പറയുന്നത് പ്രസംഗം തന്നെയാണ്. രണ്ടാമത്തേത് അൽ അംസാൽ, ഉപമകൾ പറയുന്നത്. മൂന്നാമത്തേത് അൽ ഖസസ്, കഥകൾ. നാലാമത്തേത് അൽ ഹിക്കം, ഹിക്മത്തുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് ഹിക്മത്തുകൾ ജാഹിലിയ കാലഘട്ടത്തിലെ നസ്റുകളിൽ ഉണ്ടായിരുന്നു. അഞ്ചാമത്തേത് അൽ വസായ, ഉപദേശങ്ങള്. ആറാമത്തേത് സജുൽ ഖുഹാൻ. സജുൽ ഖുഹാൻ എന്ന് പറയുന്നത് ജാഹിലിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് സജുൽ ഖുഹാൻ. ജാഹിലിയ കാലഘട്ടത്തിൽ മാത്രമേ ഇത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇസ്ലാം വന്നതുകൂടി സജുൽ ഖുഹാന് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതായത് ജ്യോത്സ്യന്മാര് ഭാവിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രവചിച്ച് എഴുതുന്ന ഒരു രീതിയാണ്. എന്നാൽ അതിനൊരു പ്രത്യേക ഒരു താളവും ഒരു പ്രത്യേക ഒരു പ്രാസമൊക്കെ ഒപ്പിച്ചിട്ട് ഉള്ള ഗദ്യ രൂപത്തിൽ എഴുതുന്ന കാര്യമാണ് സജുൽ ഖുഹാൻ എന്നുള്ളത്. അറബികൾ എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ, ഭാവിയിലുള്ള എന്തെങ്കിലും കാര്യം ചർച്ച ചെയ്യണമെങ്കിലൊക്കെ ഈ സജുൽ ഖുഹാനിലൂടെയാണ്. ഈ ജ്യോത്സ്യന്മാരെ സമീപിക്കുകയും എന്നിട്ട് സജുൽ ഖുഹാൻ രീതിയിലാണ് അവർ എഴുതുന്നത്. അപ്പൊ ഇത്രയാണ് ജാഹിലിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നസ്റുകൾ. ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. കുറച്ച് നസ്റിന്റെ ഇനങ്ങൾ കൊടുത്തിട്ട് ഇതിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഉള്ളത് ഏതാണ് ഇല്ലാത്തത് ഏതാണെന്നൊക്കെയുള്ള രൂപത്തിൽ. പ്രസംഗം, ഉപമകള്, കഥകള്, ഹിക്മത്തുകള്, ഉപദേശങ്ങള്, സജുൽ ഖുഹാൻ, ഇത്രയൊക്കെയാണ് ജാഹിലിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നൗഉൻ നസ്ർ അല്ലെങ്കിൽ അൻവാഉൻ നസ്ർ എന്ന് പറയുന്നത്. ഇനി അനാസിറുൽ അദബ്, സാഹിത്യത്തിന്റെ ഇലമൻസ് ഏതൊക്കെയാണ്, ഘടകങ്ങൾ ഏതൊക്കെയാണ്? വഹിയ അർബഅത്തുൻ, 4 അൽ ആതിഫ, അൽ ഖയാല്, അൽ മആനി, അൽ ഉസ്ലൂബ്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. അനാസിറുൽ അദബ് എത്ര ആണെന്നും ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് എന്നും ഉൾപ്പെടാത്തത് എന്നും ചോദിക്കാറുണ്ട്. 4 ഒരു കാര്യം സാഹിത്യമാണെന്ന് പറയണമെങ്കിൽ. നമുക്ക് എല്ലാം എഴുതുന്നതിനും അത് സാഹിത്യമാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അത് സാഹിത്യമാണെന്ന് പറയണമെങ്കിൽ ഈ 4 കാര്യങ്ങളും അടങ്ങിയിരിക്കണം. അൽ ആത്തിഫ, അതിൽ വൈകാരികത ഉണ്ടായിരിക്കണം. അൽ ഖയാൽ, ഭാവനകൾ ഉണ്ടായിരിക്കണം. അൽ മആനി, അർത്ഥവും ആശയങ്ങളും ഉണ്ടായിരിക്കണം. അൽ ഉസ്ലൂബ്, നല്ലൊരു ശൈലി ഉണ്ടായിരിക്കണം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് അതൊരു ലിറ്ററേച്ചർ ആണെന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ.
അശ്ശിഅ്റു ദീവാനുൽ അറബ് മനിൽ ഖായിൽ, ആരാണ് അശ്ശിഅ്റു ദീവാനുൽ അറബ് എന്ന് പറഞ്ഞിട്ടുള്ളത്? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, ഓപ്ഷൻ സി അബ്ദുല്ലാഹിബിൻ ഉമർ, ഓപ്ഷൻ ഡി ഇബിൻ ഉമ്മി മക്തൂം. നമുക്ക് ആൻസർ നോക്കാം. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ആണ് അശ്ശിഅ്റു ദീവാനുൽ അറബ് എന്ന് പറയുകയുണ്ടായത്. മറ്റൊരു ചോദ്യം, അൽ ഖസീദത്തുൽ ജാഹിലിയ തബ്ദഉ ആദത്തൻ ബി, സാധാരണ രീതിയിൽ ജാഹിലിയ കവിതകളൊക്കെ എന്തുകൊണ്ടാണ് തുടങ്ങുന്നത്? ഓപ്ഷൻ എ അൽ ബസ്മല, ഓപ്ഷൻ ബി വസ്ഫുൽ മൗലൂദ്, ഓപ്ഷൻ സി അത്തഹിയ്യത്ത്, ഓപ്ഷൻ ഡി വസ്ഫുൽ അത്ലാൽ. ജാഹിലിയ കാലഘട്ടത്തിലെ മിക്ക കവിതകൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണിത്. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് വസ്ഫുൽ അത്ലാലാണ്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാല് ബസ്മല ബിസ്മി ചൊല്ലിക്കൊണ്ട്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് വസ്ഫുൽ മൗലൂദ് ഒരു വിഷയത്തെ വിശേഷിപ്പിച്ചുകൊണ്ട്, ഓപ്ഷൻ സി അത്തഹിയത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട്. അങ്ങനെ ഒന്നല്ല, ജാഹിലിയ കാലഘട്ടത്തിലെ കവിത തുടങ്ങാറ് വസ്ഫുൽ അത്ലാൽ കൊണ്ടാണ്. അത്ലാൽ എന്ന് പറയുമ്പോൾ അവശിഷ്ടങ്ങളെ കൊണ്ട്. കൂടുതലും അവർ തുടങ്ങുന്നത് അവരുടെ ഹബീബത്തിന്റെ വീടുകളുടെ അവശിഷ്ടങ്ങളെ ചൊല്ലിയിട്ടുള്ള കവിതകളാണ്. അപ്പൊ ആദ്യമായി കൊണ്ട് അവര് കവിത ആരംഭിക്കുന്നത് വസ്ഫുൽ അത്ലാൽ കൊണ്ടാണ്. അവശിഷ്ടങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ജാഹിലിയ കാലഘട്ടത്തിലെ ഓരോ കവിതകളും. ഇംറുൽ ഖൈസിന്റെ കവിതയൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ, ഇഫാ നബുക്കി മിൻ ദിക്റ ഹബീബിൻ വ മൻസിലിൻ. അപ്പോൾ വീടുകളുടെ അവശിഷ്ടങ്ങളെ ആലോചിച്ചുകൊണ്ട് അതിനെ വിശേഷിപ്പിച്ചാണ് കൂടുതലായിട്ടും ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകൾ ആരംഭിക്കാറ്. മആനി ഷിറുൽ ജാഹിലി തതമയ്യസു ബി, ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകളുടെ അർത്ഥങ്ങൾ, അതിന്റെ സവിശേഷത എന്തായിരുന്നു, പ്രത്യേകത എന്തായിരുന്നു അവരുടെ അർത്ഥങ്ങളുടെയും ആശയങ്ങളുടെയും? ഓപ്ഷൻ എ ഇർത്തിബാത്തിഹ മഅൽ ഖലായിൽ ഇൻസാനിയിൽ ആലമിയ, ഓപ്ഷൻ ബി അത്തഅമ്മുഖ് വത്തഅഖീദ്, ഓപ്ഷൻ സി അസ്സിദ്ഖ് വൽ വുളൂഹ്, ഓപ്ഷൻ ഡി അൽ അനാസിറുൽ വത്തനിയ. ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകളുടെ ആശയങ്ങളുടെയും അർത്ഥങ്ങളുടെയും പ്രത്യേകത എന്തായിരുന്നു? ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അസ്സിദ്ഖ് വൽ വുളൂഹ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ പറയുന്നത് ലോക മനുഷ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ബി പറയുന്നത് വളരെ കെട്ടിക്കുടുക്കുകളും പ്രയാസം നിറഞ്ഞ ആശയങ്ങളായിരുന്നു. ഓപ്ഷൻ ഡി പറയുന്നത് ദേശീയ കാര്യങ്ങളായിരുന്നു. അതൊന്നും ആയിരുന്നില്ല. ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകളുടെ ആശയങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവർ അവതരിപ്പിച്ചിരുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. മറ്റൊരു ചോദ്യം, അൽ ഖാസിയത്തു ഡാഷ് മിൻ ഖസാഇസി ഷിഅ്റുൽ ജാഹിലി, ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജാഹിലിയ കാലഘട്ടത്തിലെ കവിതയുടെ പ്രത്യേകതയിൽപ്പെട്ട ഒരു പ്രത്യേകത എന്താണ്? ഓപ്ഷൻ എ വഹ്ദത്തുൽ ബൈത്ത്, ഓപ്ഷൻ ബി വഹ്ദത്തുൽ മൗലൂഅ്, ഓപ്ഷൻ സി അൽ മുവശഹാത്ത്, ഓപ്ഷൻ ഡി അൽ അദ്ദാല്. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വഹദത്തുൽ ബൈത്ത് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഖസാഇസ് ഷിഅ്റുൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകളുടെ പ്രത്യേകതകൾ. വഹദത്തുൽ ഫിക്ർ വൽ ഖയാൽ, ചിന്തകൾക്കും അതുപോലെ തന്നെ ഭാവനകൾക്കും ഒരു ഏകത്വം ഉണ്ടായിരുന്നു. വഹദത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ചിന്തകളും അതുപോലെ തന്നെ
ഭാവനകളുമായിരുന്നു, മറ്റുള്ളതിനോട് കൂടിക്കലരാത്തതായിരുന്നു. കാന ഷിഅറൻ സാദിഖൻ, നമ്മൾ പറഞ്ഞു വളരെ വ്യക്തമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ കവിതയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇന്ന ത്വബീഅത്തുൽ ഹയാത്ത് അല്ലത്തി കാന യഈശുഹ അൽ അറബ് ആനദാത് ജഅലത് മിൻഹു ഷിഅറൻ ബസീതൻ ഫിത്രിയൻ. ജാഹിലിയ കാലഘട്ടത്തില് സാധാരണ അറബികൾ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്തൊക്കെയാണോ, അവരുടെ പ്രകൃതി എന്താണോ, അത് തന്നെ ഒരു സിമ്പിളായിട്ടുള്ള കവിതയിലൂടെ അവർ വിവരിക്കുന്നത്. അവരുടെ കവിതയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് അവരുടെ ജീവിതം തന്നെയായിരുന്നു. ജമാ ഫീഹി മആനിൻ കസീറ, ഒരുപാട് അർത്ഥങ്ങളും ആശയങ്ങളും ഒരുമിച്ച് കൂട്ടിയതായിരുന്നു അവരുടെ കവിതകൾ. ഫകാനത്തിൽ അൽഫാദു ഗസ്ല വഖവിയ ജിദ്ദൻ വദാത്ത സിലത്തുൻ വസീഖത്തുൻ ബിൽ മൗലൂ അല്ലദി യതഹദ്ദസു അൻഹു ഷാഇർ. മറ്റൊരു പ്രത്യേകത ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകളുടെ എന്ന് വെച്ചാൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന ഓരോ സംഭവങ്ങളും ഓരോ വിഷയങ്ങളും അതിലെ ഓരോ പദങ്ങളുമായി വലിയൊരു ബന്ധം തന്നെ ഉണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട വളരെ കോർത്തിണങ്ങിയ വളരെ ശക്തത നിറഞ്ഞ വാക്കുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അൽ ഉസ്ലൂബുൽ മത്തീനുൽ വാളിഹുൽ കവി, വളരെ വ്യക്തമായി കൊണ്ടായിരുന്നു, നല്ല ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ശൈലിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഗലബത്തു താബിഉൽ ബദവി അല തസ്വീറാത്തുൽ മുഖ്തലിഫ, അവർ വ്യത്യസ്ത അവരുടെ ചിത്രീകരണത്തിലൂടെയൊക്കെ അവർ അതിജയിച്ച് നിൽക്കുന്നത് എന്തായിരുന്നു, അവരുടെ ഈ ഗ്രാമീണ ജീവിതവും അതുപോലെ തന്നെ മരുഭൂമിയിലുള്ള അവരുടെ ഈ ഒരു ജീവിതമൊക്കെ ആയിരുന്നു, അവരുടെ ആ ഒരു പ്രകൃതിയായിരുന്നു അതിൽ നിറഞ്ഞു നിന്നിരുന്നത്. കസറത്തുൽ ഹിക്കമു വൽ അംസാൽ, ഒരുപാട് ഹിക്കുമത്തുകളും ഉപമകളും അവരുടെ കവിതയിൽ ഉണ്ടായിരുന്നു. സുഹൈർ ബിൻ അബി സലമയൊക്കെ ഏറ്റവും കൂടുതൽ ഹിക്കുമത്തിലെ കവിത രചിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഓരോ കവിതയിലും ഒരുപാട് ഹിക്കുമത്തുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അദമുൽ ഇഗ്റാഖു ഫിൽ ഹയാൽ, ഒരു ഭാവനാ ലോകത്ത് ഒരു ഫാന്റസി വേൾഡിൽ മുഴുകിയിരുന്ന കവിത ഒന്നും അല്ലായിരുന്നു ജാഹിലിയ കാലഘട്ടത്, അവരുടെ റിയൽ ലൈഫിനെ ചിത്രീകരിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ഷിറുൻ ഗിനാഇ, നമ്മൾ പറഞ്ഞു കവി ഷിറുൻ ഗിനാഇ അല്ലെങ്കിൽ ഷിർ വിജ്ദാനി എന്നുള്ള രൂപത്തിലായിരുന്നു കവിതകൾ രചിച്ചിരുന്നത്. വഹദത്തുൽ ബൈത്ത് എന്ന് പറയുന്നത്, ഇപ്പോ ഒരു വരി എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വരി കംപ്ലീറ്റ് ആയിരിക്കും അതിന്റെ അർത്ഥങ്ങളും എല്ലാം. അത് മുകളിലുള്ള ബൈത്തിനോടോ തൊട്ട് താഴെ വരുന്ന ബൈത്തിനോടോ ആശ്രയിക്കാതെ ഓരോ ബൈത്തുകളും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫുൾ മീനിങ്ങോട് കൂടി നിൽക്കുന്ന ഒരു പ്രത്യേകത ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകൾക്കുണ്ട്. വഹദത്തുൽ ബൈത്ത് എന്നുള്ളതാണ്, അതാണ് ഈ വട്ടം കേട്ടറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വഹദത്തുൽ ബൈത്ത് എന്നുള്ളത് ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകളുടെ പ്രത്യേകതയാണ്. ഓരോ ബൈത്തും അത് പൂർണ്ണമാണ്, മറ്റുള്ള താഴെയുള്ള വരികളോടോ മുകളിലുള്ള വരികളോടോ ഒന്നും ആശ്രയിക്കാതെ തന്നെ ഓരോ വരികളും പൂർണ്ണമായിട്ടാണ് അതിന്റെ അർത്ഥങ്ങൾ നിൽക്കുന്നത്. മറ്റൊരു ചോദ്യം, ഇഖ്തർ അഷാദ് മിനൽ മജ്മുഅ, കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടതിനെ കണ്ടെത്തുക. ഓപ്ഷൻ എ അൽ മുഅല്ലഖാത്ത്, ഓപ്ഷൻ ബി അൽ കഅബ, ഓപ്ഷൻ സി അൽ മുദഹബാത്ത്, ഓപ്ഷൻ ഡി അസുമൂത്ത്. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കഅബ എന്നുള്ളതാണ് ഇതിൽ ഓഡ് വൺ ആയിട്ട് കിടക്കുന്നത്. മുഅല്ലഖാത്ത്, മുദഹബാത്ത്, അസുമൂത്ത് ഉള്ളതെല്ലാം ഒന്ന് തന്നെയാണ്. ലി ഹമ്മാദി റാവിയ ദൗറുൻ ബാരിസുൻ ഫി ജംഇൽ മുഅല്ലഖാത്ത്, ഹമ്മാദു റാവിയക്ക് മുഅല്ലഖകൾ ക്രോഡീകരിക്കുന്നതിൽ വലിയൊരു പങ്ക് തന്നെ ഉണ്ടായിരുന്നു. ഓപ്ഷൻ എ അസ്സബുഅ, ഓപ്ഷൻ ബി അസ്സാബിഅ, ഓപ്ഷൻ സി അസ്സബുഅ, ഓപ്ഷൻ ഡി ഗൈറു മാ ദുക്കിറ. നഹ്വി ആയിട്ടുള്ള ഒരു പാർട്ട് കൂടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഏതായാലും ഹമ്മാദു റാവിയ 7 മുഅല്ലഖകളാണ് ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇവിടെ അസ്സബ് എന്ന് വരാൻ കാരണം മുഅല്ലഖാത്ത് എന്നുള്ളത് മഅദൂദാണ്, അസ്സബ് എന്നുള്ളത് അദദാണ്.
അതത് മുദക്കർ മുഅന്നസ് ആക്കണമെങ്കിൽ നമ്മൾ അതിന്റെ മഅദൂദിനെ നോക്കണം. മഅദൂദ് മുഅല്ലഖാത്ത് എന്നുള്ളത് ഇവിടെ മുഅന്നസ് ആണ്. അതുകൊണ്ട് 3 മുതൽ 10 വരെയുള്ള നമ്പറുകളാണെങ്കിൽ മഅദൂദിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം അതതിനെ നൽകേണ്ടത്. മുഅല്ലഖാത്ത് എന്നുള്ളത് മുഅന്നസ് ആണ്. അതുകൊണ്ട് നമ്പറിനെ അതതിനെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് കൊടുക്കേണ്ടത്. മുദക്കറാക്കി കൊടുക്കണം. അതുകൊണ്ട് അസ്സബ് എന്നുള്ളതാണ് ഇവിടെ ശരിയായ ഉത്തരം. ഇനി അൽ മുഅല്ലഖാത്തു ഫിൽ അസ്റിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിൽ ഒരുപാട് കവിതകൾ ഉണ്ടെങ്കിൽ കൂടി ഏറ്റവും മികച്ചു നിൽക്കുന്ന കവിതകൾ എന്ന് പറയുന്നത് മുഅല്ലഖകൾ തന്നെയായിരുന്നു. ഹിയ ഖസാഇദുൻ മുംതാസുൻ മിൻ അജ്വദ് ഷിറിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകൾ ഏറ്റവും മികച്ചത് മുഅല്ലഖകളായിരുന്നു. അസ്മാ ഉൽ മുഅല്ലഖാത്ത്, ഈ മുഅല്ലഖകളെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. മുഅല്ലഖാത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്, അസുമൂത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്, അൽ മുദഹബാത്ത് എന്നുള്ള പേരിലെല്ലാം അറിയപ്പെടുന്നുണ്ട്. സുമൂത്ത് എന്ന് പറയുന്നത് കഴുത്തിൽ അണിയുന്ന നല്ല ഭംഗിയുള്ള മാലകൾക്കൊക്കെ സുമൂത്ത് എന്ന് പറയാറുണ്ട്. അപ്പോ വളരെയധികം മനോഹാരിത നിറഞ്ഞ കവിതകളായതുകൊണ്ടാണ് അസ്മാഉൽ മുഅല്ലഖാത്തില് അസുമൂത്ത് എന്നുള്ളത് വരുന്നത്. ജാമിഉൽ മുഅല്ലഖാത്ത് അസ്സബ് ഹമ്മാദു റാവിയ, നമ്മൾ പറഞ്ഞു 7 മുഅല്ലഖകളുടെ ക്രോഡീകരിക്കുന്ന ആൾ എന്ന് പറയുന്നത് ഹമ്മാദു റാവിയാണ്. അദദുൽ മുഅല്ലഖാത്ത്, മുഅല്ലഖകളുടെ എണ്ണം 7 എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്, 10 എന്ന് അഭിപ്രായപ്പെട്ട് കവികളെ എണ്ണുന്നവരുണ്ട്. ഈ മുദഹബാത്ത് എന്ന് വിളിക്കാൻ കാരണം സ്വർണ്ണ ലിപിയിൽ എഴുതിയത് കൊണ്ടാണ് മുദഹബാത്ത് എന്ന് മുഅല്ലഖകളെ വിളിക്കുന്നത്. അൽ മുഅല്ലഖാത്തു സബ് തുറഫു ബി, ഏത് പേരിലാണ് മുഅല്ലഖ അറിയുന്നത്, 7 മുഅല്ലഖകൾ അറിയുന്നത്? ഓപ്ഷൻ എ അൽ മുഫദ്ദലിയാത്ത്, ഓപ്ഷൻ ബി അൽ അസ്മഇയാത്ത്, ഓപ്ഷൻ സി അസ്സമൂത്ത്, ഓപ്ഷൻ ഡി അൽ ഹംദിയാത്ത്. ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മുഅല്ലഖകളുടെ മറ്റൊരു പേരാണ് അസുമൂത്ത് എന്നുള്ളത്. യുസമ്മ അൽ മുഅല്ലഖാത്ത് ബിൽ മുദഹബാത്ത് ലി അന്നഹ, എന്തുകൊണ്ടാണ് മുഅല്ലഖകളെ മുദഹബാത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്? ഒരിക്കലും മാറിപ്പോകരുത്, മുദഹബാത്ത് ആണ് മുഹദ്ദബാത്ത് ആണെന്ന് വിചാരിക്കരുത്. ദഹബ് സ്വർണം എന്ന് ഓർത്താൽ മതി, മുദഹബാത്ത് ആണ്. ഓപ്ഷൻ എ തുഹ്ഫലു ഫി ഖസാനത്തിൽ മലിക് മഅൽ ദഹബ്, ഓപ്ഷൻ ബി നസജത് ബിൽ ഖുയൂത്തിൽ മുദഹബ, ഓപ്ഷൻ സി തുഹ്ഫലു ഫിൽ ഖസാനത്തി കദഹബ്, ഓപ്ഷൻ ഡി കുതിബത് ബിമാഇ ദഹബ്. എന്ത് കാരണത്താലാണ് മുദഹബാത്ത് എന്നുള്ള പേര് മുഅല്ലഖകൾക്ക് കിട്ടിയത്? നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. അതായത് സ്വർണ്ണ ലിപിയാൽ എഴുതപ്പെട്ടത് കൊണ്ടാണ് മുഅല്ലഖകളെ മുദഹബാത്ത് എന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ പറയുന്നത് സ്വർണം പോലെ സ്വർണത്തോടൊപ്പം രാജാവിന്റെ ഖജനാവിൽ സൂക്ഷിച്ചത് കൊണ്ടാണ് മുഅല്ലഖകൾക്ക് അങ്ങനെ പേര് വന്നത്. ഓപ്ഷൻ ബി പറയുന്നത് സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്തെടുത്തത് കാരണം. ഓപ്ഷൻ സി പറയുന്നത് സ്വർണത്തെ പോലെ ഖജനാവിൽ സൂക്ഷിച്ചത് കൊണ്ട്. അതുകൊണ്ടൊന്നല്ല, സ്വർണ്ണ ലിപിയാൽ എഴുതപ്പെട്ടത് കൊണ്ടാണ് മുഅല്ലഖകളെ മുദഹബാത്ത് എന്നുള്ള പേരിൽ അറിയുന്നത്. ലൈസ മിൻ അസ്ഹാബിൽ മുഅല്ലഖാത്തിൽ മഷ്ഹൂറ, പ്രശസ്തരായിട്ടുള്ള മുഅല്ലഖകളുടെ ആളുകളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഓപ്ഷൻ എ അൽ ഹാരിസ് ബിൻ ഹില്ലിസ, ഓപ്ഷൻ ബി ലബീദ് ബിൻ റബീഅ, ഓപ്ഷൻ സി അൻതറത്ത് ബിൻ ഷദ്ദാദ് അൽ അബ്സി, ഓപ്ഷൻ ഡി ഹാത്തിം തോയി. നമ്മൾ ജാഹിലിയ കാലഘട്ടത്തിലെ ഓരോ കവികളെ പഠിക്കുമ്പോഴും അവരുടെ പേരിന്റെ കൂടെ തന്നെ അവരുടെ ഗോത്രം കൂടി പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എക്സാമിന് അവർ ഏത് ഗോത്രമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടെത്താൻ കഴിയും. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹാത്തിമു തോയി ആണ്.
ഹാത്തിമ് തോയിയാണ് മുല്ലക്കുകളുടെ ആളുകൾ ഉൾപ്പെടാത്തത്. അൽ ഹാരിസ് ബിൻ ഹില്ലിസ, ലബീദ് ബിൻ റബിയ, അൻതർത്ത് ബിൻ ഷദ്ദാദ് എല്ലാം മുഅല്ലഖകളുടെ ആളുകളാണ്. മറ്റൊരു ചോദ്യം, ഇഖ്തർ അഷാദു മിനൽ മജ്മൂഅ്, കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടതിനെ കണ്ടെത്തുക. ഓപ്ഷൻ എ സുഹൈർ ബിൻ അബി സലമ, ഓപ്ഷൻ ബി ഉമർ ബിൻ അബി റബിഅ, ഓപ്ഷൻ സി തൊർഫത്ത് ബിൻ അബ്ദ്, ഓപ്ഷൻ ഡി അൻതർത്ത് ബിൻ ഷദ്ദാദ്. ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഉമർ ബിൻ അബി റബിയാണ് ഇതിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നത്. ബാക്കി 3 പേരും ജാഹ്ലിയ കാലഘട്ടത്തിലെ കവികളാണ്. സുഹൈർ ബിൻ അബി സലമ, തൊർഫത്ത് ബിൻ അബ്ദ്, അൻതർത്ത് ബിൻ ഷദ്ദാദ് എല്ലാം ജാഹ്ലിയ കാലഘട്ടത്തിലെ കവികളാണ്. എന്നാൽ ഉമർ ബിൻ അബി റബിയ ഉമവി കാലഘട്ടത്തിലെ കവിയാണ്. ഷുഅറാഉൽ മുഅല്ലഖാത്തുൽ അഷ്ർ, മുഅല്ലഖുകളുടെ കവികൾ 7 ആണെന്നും 10 ആണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. ഏതായാലും നമ്മൾ 10 ആളെയും നോക്കി വെക്കണം. 7 വരെയുള്ള ആളുകൾ പ്രത്യേകം നോക്കണം. 3 പേരെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് ചില റിപ്പോർട്ടുകൾ 10 എണ്ണം എന്ന് കാണുന്നത്. ഇമ്രുൽ കൈസ്, തൊർഫത്ത് ബിൻ അബ്ദ്, സുഹൈർ ബിൻ അബി സലമ, ലബീദ് ബിൻ റബിഅ, അംർ ബിൻ കുൽസൂം, അൻതർത്ത് ബിൻ ഷദ്ദാദ്, അൽ ഹാരിസ് ബിൻ ഹില്ലിസ, ഇവരാണ് മുഅല്ലഖുകളുടെ കവികൾ 7 എണ്ണം എന്നുള്ളതിൽ പറയുന്നത്. എന്നാൽ 10 എണ്ണം എന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ആയിഷ മൈമൂൻ, അന്നാബിയത്ത് ദുബിയാനി, ഉബൈദ് ബിൻ അബ്രസ് ഇവരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇമ്രുൽ കൈസിന്റെ മുഅല്ലഖയുടെ മത്ലയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ വരി, ആ ഒരു ഷെയർ തുടങ്ങുന്ന വരിയാണ് ഖിഫാ നബ്കി മിൻ ദിക്ര ഹബീബി വ മൻസിലി എന്ന് തുടങ്ങുന്നത്. ചില സമയത്ത് എക്സാമിന് ചോദിക്കാറുണ്ട് ഇവരുടെ മുഅല്ലഖയിൽ വരി കൊടുത്തിട്ട്, കൂടുതലായിട്ടും ആ മുഅല്ലഖയുടെ മത്ല തന്നെ കൊടുക്കാറ്, ആദ്യത്തെ വരി തന്നെ കൊടുത്തിട്ട് ചോദിക്കാറുണ്ട് ഇത് ആരുടെ മുഅല്ലഖയാണെന്ന്. അപ്പൊ നമുക്ക് മുഅല്ലഖയുടെ ഒരു വരി ഫുള്ളായി പഠിച്ചിട്ടില്ലെങ്കിലും തുടക്കം കണ്ടു കഴിഞ്ഞാൽ ആരുടെ ആണെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവണം. അതായത് കൂടുതൽ ആളുകളും ആ ഒരു മുഅല്ലഖയുടെ മത്ലയിൽ അവരുടെ ഹബീബത്തിന്റെ പേര് ഉൾപ്പെടുത്താറുണ്ട്. ഇവിടെ ഇമ്രുൽ കൈസിന്റെയാണ് ഹിഫാ നബ്കി മിൻ ദിക്ര ഹബീബി വ മൻസിലി ബിസിക്കത്തിൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി എന്ന് തുടങ്ങുന്നത്. തൊർഫത്ത് ബിൻ അബ്ദിന്റേതാണ് ഈ ഹൗലത്ത തിലാൽ ബർക്കത്ത് സഹ്മദി തലൂഹു എന്ന് പറയുന്നത്. ഇവിടെ ഹൗല എന്നുള്ളത് തൊർഫത്ത് ബിൻ അബ്ദിന്റെ ആഷിക്കത്താണ്. സുഹൈർ ബിൻ അബി സലമയുടെ മുഅല്ലഖയുടെ മത്ലാണ് ആമിൻ ഉമ്മി ഔഫ ദിംന ലം തകല്ലമി എന്ന് തുടങ്ങുന്നത്. ഉമ്മി ഔഫ എന്നുള്ളത് സുഹൈർ ബിൻ അബി സലമയുടെ ആഷിക്കത്താണ്. ലബീദ് ബിൻ റബിയയുടെ മുഅല്ലഖയുടെ മത്ലാണ് അഫത്ത് ദിയാറു മഹല്ലിഹ ഫ മുഖാമിഹ എന്ന് തുടങ്ങുന്നത്. അംർ ബിൻ കുൽസൂമിന്റെ മുഅല്ലഖയുടെ മത്ലാണ് അലാ ഹുബി ബി സുഹ്നിക ഫസ്ബഹീന എന്ന് തുടങ്ങുന്നത്. അൻതർത്ത് ബിൻ ഷദ്ദാദിന്റേതാണ് ഹൽ ഖാദർ ശുഅറാ മിൻ മുതറദ്ദിമി എന്ന് തുടങ്ങുന്നത്. ഹാരിസ് ബിൻ ഹില്ലിസയുടേതാണ് ആദൻ തനാബി ബൈനഹ അസ്മാ വ റുബ്ബ എന്നുള്ളത്. അസ്മാ എന്നുള്ളത് ഹാരിസ് ബിൻ ഹില്ലിസയുടെ ആഷിക്കത്താണ്. അന്നാബിഗത്തു ദുബിയാനിയുടേതാണ് യാ ദാറു മയ്യ ബിൽ ഉലിയായി ഫസ്സനദി എന്നുള്ളത്. മയ്യ എന്നുള്ളത് നാബിയത്ത് ദുബിയാനിയുടെ ആഷിക്കത്താണ്. ഉബൈദ് ബിൻ അബ്രസിന്റേതാണ് അകഫറു മിൻ അഹ്ലിഹി മൽഹൂബ് എന്ന് തുടങ്ങുന്ന ബൈത്ത്. അപ്പൊ ഇവിടെ ബൈത്ത് ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചില്ലെങ്കിലും തുടക്കം കണ്ടാൽ നമുക്ക് ഓർമ്മ ഉണ്ടാകണം. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് മുഅല്ലഖുകളുടെ വരികളാണ്. ഓരോ മുഅല്ലഖുകളും വ്യത്യസ്ത എണ്ണമാണുള്ളത്. ഇമ്രുൽ കൈസിന്റേത് 82 ആണെന്ന് പറയപ്പെടുന്നു. തൊർഫത്ത് ബിൻ അബ്ദിന്റെ മുഅല്ലഖുകളുടെ വരികൾ 102 ആണെന്ന് പറയുന്നു. സുഹൈർ ബിൻ അബി സലമയുടേത് 59, ലബീദ് ബിൻ റബിയയുടേത് 89, അംർ ബിൻ കുൽസൂമിന്റേത് 92, അൻതർത്ത് ബിൻ ഷദ്ദാദ് അൽ അബ്സിയുടേത് 76, അൽ ഹാരിസ് ബിൻ ഹില്ലിസയുടേത് 83, ആയിഷ മൈമൂനിന്റേത് 64, അന്നാബിയത്ത് ദുബിയാനിയുടേത് 49, ഉബൈദ് ബിൻ അബ്രസിന്റേത് 45. അപ്പോ ഇവിടെ അബയാത്തുകളുടെ എണ്ണം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി മുഅല്ലഖുകളുടെ കവികള്, അവരുടെ ആഷിക്കത്ത്, അവരുടെ മുഅല്ലഖയുടെ മത്ല, ഇത്രയും കാര്യമായി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒരു ചോദ്യം, ഇമ്രുൽ കൈസ് ഷാഇറുൻ ജാഹിലിയുൻ മഷ്ഹൂറുൻ,
മഫ്ഹൂമു ഷാഹിലി. നമ്മൾ സാധാരണ പറയാറുണ്ട് ഇംറുൽ ഖൈസ് ജാഹിലി കവിയാണെന്ന്. എന്താണ് ഈ ജാഹിലി എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ ലാ യഅലമുൽ കവാഫി, കാഫി അറിയാത്ത ആളാണ്. ഓപ്ഷൻ ബി ലാ യഅലമുൽ അറൂൽ, അറൂൽ അറിയാത്ത ആളാണ്. ഓപ്ഷൻ സി ലം യുസ്ലം, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഓപ്ഷൻ ഡി ആഷിഫി അസ്രി മാ ഖബ്ലൽ ഇസ്ലാം, ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ജീവിച്ചയാളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇംറുൽ ഖൈസ് ജാഹിലി കവി എന്ന് പറയുന്നത്? ജാഹിലി കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ജീവിച്ചത് കൊണ്ടാണ് ഇംറുൽ ഖൈസിനെ നമ്മൾ ഷാഇറുൻ ജാഹിലി എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം, മൻ യുറഫു ബി അമീർ ഷുഅറാ ഫിൽ അസ്രിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ കവികളുടെ അമീറായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ഹസ്സാൻ ബിൻ സാബിത്ത്, ഓപ്ഷൻ ബി കഅബ് ബിൻ സുഹൈർ, ഓപ്ഷൻ സി ഇംറുൽ ഖൈസ്, ഓപ്ഷൻ ഡി സുഹൈർ ബിൻ അബി സലമ. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇംറുൽ ഖൈസ് ആണ് ജാഹിലിയ കാലഘട്ടത്തിലെ കവികളുടെ അമീറായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അസ്ലുൽ അറബ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, കഹ്താനികളും അതുപോലെ തന്നെ അദ്നാനികളും. കഹ്താനികൾ എന്ന് പറയുന്നത് യമനുകാരാണ്, അദ്നാനികൾ എന്ന് പറയുന്നത് ഹിജാസുകാരാണെന്ന് പറഞ്ഞു. അറബികളെ തന്നെ തൊബക്കാത്തുൽ അറബ് മൂന്നെണ്ണാണെന്ന് പറഞ്ഞു. അതായത് അൽ അറബുൽ ബാഇദ, അൽ അറബുൽ ആരിബ, അൽ അറബുൽ മുസ്താരിബ എന്നീ 3 വിഭാഗമുണ്ട് എന്ന് പറഞ്ഞു. ഖസായിസ് ലുവൽ അറബിയ, അറബി ഭാഷയുടെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അസ്വാക്കുൽ അറബ്, ജാഹിലിയ കാലഘട്ടത്തിൽ ഒരുപാട് ചന്തകൾ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് പ്രധാനപ്പെട്ട ചന്തകളാണ് സൂഖ് ഉക്കാല്, സൂഖു മജന്ന, സൂഖു ദുൽ മജാസ്, സൂഖു ദൂമത്തുൽ ജുന്തല്, അതുപോലെ സൂഖു മിർബദ് എന്ന് പറയുന്നത്. മിർബദ് എവിടെയാണെന്ന് സാധാരണ രീതിയിൽ ചോദിക്കാറുണ്ട്. ബസ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൂഖ് ഉക്കാലാണ് ജാഹിലിയ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സൂക്ക്. അതുപോലെ തന്നെ മലിക്കത്തുൽ അസ്വാക്ക്, ചന്തകളുടെ രാജ്ഞി എന്നൊക്കെ അറിയപ്പെടുന്നത് സൂഖ് ഉക്കാലാണ്. പിന്നീട് നമ്മൾ ഹുറൂബ് ഫിൽ അസ്രിൽ ജാഹിലി പറഞ്ഞു. ജാഹിലിയ കാലഘട്ടത്തിലെ യുദ്ധങ്ങളെയാണ് നമ്മൾ അയ്യാമുൽ അറബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട യുദ്ധങ്ങളാണ് ഹർബുൽ ബസൂസ്, അതിന് മറ്റൊരു പേര് ഹർബുൽ ബത്ര ആണ്. ഹർബ് ദാഹിസ് വൽ ഖബ്രാ, അത് ഹർബ് സിബാക്ക് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. കുതിരകളുടെ പേരുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ദെൻ മറ്റൊരു യുദ്ധമാണ് ഹർബു ഫിജാർ. ഹർബുൽ ഫിജാർ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്ത ജാഹിലിയ കാലഘട്ടത്തിലെ ഒരേ ഒരു യുദ്ധം. നബിയുടെ 15-ാം വയസ്സിലായിരുന്നു. പിന്നെ ഹർബു ദീക്കാർ എന്നുള്ളത് ആദ്യമായി കൊണ്ട് അനറബികളിൽ നിന്ന് അറബികൾ വിജയിച്ച യുദ്ധമാണ് ഹർബുൽ ദീക്കാർ എന്നുള്ളത്. പിന്നെ നമ്മൾ മുഅല്ലഖകളെ കുറിച്ച് പറഞ്ഞു. മുഅല്ലഖകളിൽ 7 ആളുകളും അല്ലെങ്കിൽ 10 ആളുകളും ഉണ്ട്. 10 ആളുകളെയും നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ആഷിഖിന്റെ പേര്, അതുപോലെ അവരുടെ മുഅല്ലഖകളുടെ മത്ലകളൊക്കെ ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ മുഅല്ലഖകളുടെ മറ്റു പേരുകൾ, എന്താണ് മുഅല്ലഖ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ജാഹിലിയ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഷീറുകളുടെ ഇനങ്ങൾ ഏതൊക്കെയാണ്, നെസറുകളുടെ ഇനങ്ങൾ ഏതൊക്കെയാണ്. ഷീറുൽ ഗിനായി അല്ലെങ്കിൽ വിജ്ദാനിയാണ് ഏറ്റവും കൂടുതൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. തീരെ ഇല്ലാത്തത് ഷീറുൽ കസസി അല്ലെങ്കിൽ മൽഹമി എന്നുള്ളതാണ്. പിന്നെ ആദ്യമായി കൊണ്ട് കവിത പാടിയത് മുളറുബുൽ നിസാറാണ്. കസീദ രചിച്ചത് മുഹൽഹിൽ ബിൻ റബിയയാണ്. ആദ്യത്തെ ബഹർ എന്നറിയപ്പെടുന്നത് റജിസ് ആണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.
ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇതിന്റെ നോട്ട്സ് PDF ആയിട്ട് തരുമോ? ഇൻഷാ അല്ലാ ഗ്രൂപ്പിൽ സാർ അയക്കുന്നതായിരിക്കും.